വളരെ സന്തോഷത്തോടും ആദരവോടും കൂടെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ സുസനാൻറ്റി പറഞ്ഞതുപോലെ നാളുകൾക്ക് മുമ്പേ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ യാത്രകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ആൻറ്റി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി എന്തായാലും ഒട്ടും സമയം കളയാതെ ഞാൻ കയറിയ, കാരണം സമയം ഒട്ടുമില്ല നമുക്ക് വേസ്റ്റ് ആക്കാൻ. നമുക്ക് പെട്ടെന്ന് എനിക്ക് ഒരു ടൈമിനുള്ളിൽ എല്ലാം പറഞ്ഞു തീർക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന് ആധാരമായി മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 23-ാം വാക്യം മാത്രം ഞാൻ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. മർക്കോസ് 4:23. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ഈ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, സൂക്ഷിച്ചു കൊള്ളുവി എന്നുള്ള ഈ വാക്യം ആരാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമല്ലോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്കാം. ഈ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള ഭാഗം പിന്നീട് ബൈബിളിൽ ഒത്തിരി ഇടത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റേഷൻ കേട്ടിട്ടുള്ളത് ഏത് പുസ്തകത്തിലാണെന്നറിയാമോ? വെളിപ്പാട്. അത് തന്നെ, വെളിപ്പാടില. ഹല്ലേലൂയ. അപ്പൊ ഈ വെളിപ്പാട് എന്ന് പറയുന്ന പുസ്തകത്തിൽ എല്ലാ സഭയ്ക്കും ദൂത് പറഞ്ഞിട്ട് അവസാനം ഒന്ന് പറയുന്നുണ്ട്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കർത്താവെ, കേൾക്കാനല്ലേ കാതും തുറന്ന് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? ഈ ചെവി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും കേൾക്കും, കേൾക്കാതിരിക്കത്തൊന്നുമില്ല. പക്ഷേ കേൾക്കട്ടെ കേൾക്കട്ടെ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു സഭകളോടെല്ലാം ദൂത് പറയുമ്പോൾ യോഹന്നാനെ അങ്ങ് ഏൽപ്പിച്ചിട്ട് പറയും. യോഹന്നാൻ എക്സ്ട്രാ ആഡ് ചെയ്തതല്ല കേട്ടോ ആ വാക്ക്. ഇപ്പം ദൂത് ഒരാളെ ഏൽപ്പിക്കും. ഇപ്പൊ എന്നെ ദൈവം ഒരു ദൂത് നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ്, അപ്പാ പരിശുദ്ധാത്മാ പറയാത്ത ഒറ്റ വാക്ക് എൻ്റെ വായിന്ന് വരരുത്. ഇപ്പൊ കർത്താവ് ഏറ്റെടുക്കണം ഈ മെസ്സേജ് മുഴുവൻ. അപ്പൊ അപ്പൻ പറയുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യോഹന്നാനെ കേൾക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് അങ്ങ് ആഡ് ചെയ്തതല്ല. കർത്താവ് തന്നെ പറഞ്ഞതാ, മോനെ, ഞാൻ ഈ ലോകത്ത് ജീവിച്ചപ്പോഴും ഞാൻ കണ്ട ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയോ? ഒത്തിരി പുരുഷാരം ഉണ്ടായിരുന്നു എൻ്റെ പുറകെ, തിക്കിയും തിരക്കിയും, മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി പേര്. പക്ഷെ ഇവർക്കെല്ലാം ചെവിയും ഉണ്ടായിരുന്നു. കൂടെ നിന്ന് കേൾക്കുന്നുമുണ്ട്, തലയാട്ടുന്നുമുണ്ട്, ഇരിക്കാൻ പറയുമ്പോൾ പന്തി ഇരിക്കുന്നുണ്ട്, അല്ലേ? അവർ കേട്ടില്ലെന്ന് പറയല്ലേ. ഈ ജനം മൊത്തം കേട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യ, പന്തിയിൽ ഇരിപ്പീൻ. ഉടനെ എന്ത് പെട്ടെന്നാ ഇരുന്നെന്നറിയോ? അപ്പൊ അവര് കേൾക്കുന്നുണ്ടേ, കേട്ടിട്ടുണ്ടല്ലേ? വിളമ്പാൻ പറയുമ്പോൾ വിളമ്പുന്നുണ്ട്, കഴിക്കാൻ പറയുമ്പോൾ കഴിക്കുന്നുണ്ട്, ഷെയർ ചെയ്യാൻ പറയുമ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ കേൾവിക്ക് കുഴപ്പമൊന്നും ഉള്ളവരല്ല. ഇനി ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണോ? അയ്യോ സിസ്റ്റർ, യേശുവിന്റെ വചനം ഇച്ചിരി കട്ടിയ. ഇപ്പൊ ഗിരിപ്രഭാഷണമൊക്കെ ഇങ്ങോട്ട് വായിച്ചാൽ നമുക്ക് ഭയങ്കര കട്ടിയായിട്ട് തോന്നും. പക്ഷെ യേശു പറയാ, മോളെ, ഈ ഗിരിപ്രഭാഷണവും ഇതൊക്കെ ബുദ്ധിമുട്ടാ. യേശുവിന്റെ ഉപദേശം കട്ടിയാന്ന് പറഞ്ഞ് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 70 ശിഷ്യന്മാരിൽ കുറച്ച് പേര് എന്ത് ചെയ്തെന്നറിയോ? ഇവന്റെ ഉപദേശം ഭയങ്കര കട്ടിയാ, ഞങ്ങൾ എന്ത് ചെയ്യുക, പോവാ, നമ്മളെ കൊണ്ട് ഇത് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇട്ടിട്ട് പോയി. ഇട്ടിട്ട് പോയവരുമുണ്ട് ഉപദേശത്തിന്റെ കട്ടി കൊണ്ട്. അപ്പൊ യേശു പറയാ, പക്ഷെ അങ്ങനെ കട്ടിയാന്നും പറയാൻ പറ്റത്തില്ല. എന്താണെന്നറിയോ? യേശു ജനത്തോട് സംസാരിക്കുന്ന മുഴുവൻ ഉപമകളിൽ കൂടാ. ഉപമകൾ പറയുന്നതിന്റെ പ്രത്യേകത എന്നാ? പുറത്തുള്ളവരോട് എപ്പോഴും ഉപമയാ യേശു പറയുന്നത്. എന്തുകൊണ്ട്? ഉപമയാകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പം മറ്റൊരാൾക്ക് ഗ്രഹിക്കണം എന്നുള്ള ചിന്തയിൽ കേൾക്കണം, ഗ്രഹിക്കണം. ഇതാണ് യേശുവിന്റെ ഇന്റൻഷൻ. അതുകൊണ്ട് എത്രത്തോളം താന്ന്, എത്രത്തോളം ശാന്തമായി, എത്രത്തോളം ഉപമകളിൽ കൂടെ പറയുന്നതെല്ലാം പറഞ്ഞു. ഇന്ന് ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു ഭാഗം, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ മീറ്റിങ്ങിൽ ആരെയും പരിചയമില്ല. എനിക്ക് അങ്ങനെയുള്ള മീറ്റിംഗ് പ്രസംഗിക്കാനും ഇഷ്ടമാണ്, കാരണം ആരെയും എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ അറിയാം. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ അറിയാം. ഈ പറയുന്ന സൂസനാന്റിയെ പോലെ 2-3 വോയിസിന്റെ പരിചയം എനിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സൂസനാന്റി നിങ്ങളെക്കുറിച്ച് ആരെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞ, മോളെ ഒരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിന് വരണം, വചനം പറയണം. അപ്പൊ ഞാൻ പറയാം, ആന്റി സമയമില്ല, അല്ലെങ്കിൽ പറയും ഇന്ന ഡേറ്റ് ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെയും വിളിച്ചു, ഇന്ന ഡേറ്റ് ഉണ്ടെന്ന് പറയും. ഇതല്ലാതെ അതിനപ്പുറം എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, എന്നെയും നിങ്ങളെയും തമ്മിൽ വിവിധ രാജ്യങ്ങളിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞ് നമ്മളെ അറിയുന്ന ഒരാളുണ്ട്, നമ്മളെ ഐക്യതയിലേക്ക് കൊണ്ടുവരുന്ന, നമ്മളോട് ഇടപെടുന്ന. അതാരെന്നറിയോ? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കും. ഒന്ന് ഹൃദയം തുറന്ന് പറയണം, കർത്താവ്, എൻ്റെ ഉള്ള അവസ്ഥ ഒന്ന് പറയാമോ?
ഞാൻ എവിടെയാ ശരിയാവേണ്ടെന്ന് എന്നോടൊന്ന് പറ. ഞാൻ ഈ ശരിയാവേണ്ടെന്ന് പറയുമ്പം പലർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ഷോർട്ട് അനുഭവം പറഞ്ഞിട്ട് ഞാൻ ഈ വചനത്തിലേക്ക് കിടക്കാം. അപ്പം ആൻറ്റി തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഞാനൊരു പാസ്റ്ററുടെ മോളാണ്. അപ്പം 30 വയസ്സ് വരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെസ്സേജ് ഏതായിരുന്നെന്നറിയാമോ? ഞാൻ സെലക്ട് ചെയ്തേ മെസ്സേജ് കേൾക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു കൺവെൻഷൻ നടക്കുക. കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് പ്രാസംഗികരുടെ പേര് നോക്കും. പിന്നെ നമുക്കറിയാവുന്ന പ്രാസംഗികരാണെങ്കിൽ നമുക്കറിയാം അവരുടെ ടൈപ്പ് ഓഫ് മെസ്സേജ് ഏതാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ പ്രാസംഗികരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രാസംഗികർ എന്താ പ്രസംഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കഷ്ടത മാറും, നിന്റെ വേദന മാറും, നിന്നെ ദൈവം വിടുവിക്കും, നിന്നെ വാലല തലയാക്കും. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയും ഞാൻ ആ ദിവസം വരാമെന്ന് പറയും. പിന്നെ ഈ പ്രാസംഗികരുടെ കൂട്ടത്തിൽ തന്നെ ഒരു പാസ്റ്റർ എന്തായാലും എല്ലാ ചർച്ച് കൺവെൻഷനുകൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അങ്ങനെ പ്രസംഗിക്കുന്നതിനുണ്ട് കൂടെ കർത്താവിന്റെ വരവ് മാനസാന്തരം പ്രസംഗിക്കുന്നതിനുണ്ട്. അവർ വരുമ്പോൾ പറയും പപ്പ പോക്കൂ, എനിക്ക് ഈ കർത്താവിന്റെ വരവ് കേൾക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അത് കേട്ടാലേ ഭയങ്കര ടെൻഷൻ വരും. പിന്നെ രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പം ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് പോയി പ്രസംഗം കേൾക്കുമായിരുന്നു. അപ്പം എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തതായിട്ടല്ല, എൻ്റെ ജീവിതത്തിൻ്റെ നടുക്ക് പ്രശ്നത്തിൽ നിൽക്കുക. ഇപ്പം എൻ്റെ ടെസ്റ്റിമണി ആസാദിയിലൊക്കെ കേട്ടവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ആൻറ്റി പാവം മോളുടെ വിവാഹം നടന്ന ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരയുമായിരുന്നു ഇവിടെ ഇരുന്ന്. ആ ആൻറ്റി പറഞ്ഞത് എൻ്റെ അനുഭവം കൂടാ. മനസ്സിലാവുന്നുണ്ടോ? ആൻറ്റിയുടെ ആ മോളുടെ അനുഭവം തന്നെയായിരുന്നു എൻ്റെ അനുഭവം. 1 രൂപ എടുക്കാനില്ല, വണ്ടിക്കൂലിയില്ല. ഞാൻ എൻ്റെ ആസാദി ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട്. ചെറുക്കൻ കാണാൻ വരുമ്പോൾ ചായ കൊടുക്കാൻ പാല് പോലും ഇല്ലാത്ത വീട്, പഞ്ചസാരയില്ല, കാപ്പിപ്പൊടിയില്ല. അന്ന് പോയി കടം പറഞ്ഞ് മേടിക്കാൻ ഓടുക ഞാൻ ബേക്കറിയിലോട്ട്. അവിടെ നിന്ന് ഞാൻ ദൈവത്തിന്റെ അത്ഭുതം കണ്ടു തുടങ്ങിയതാണ്. ചെറുക്കൻ വന്നിരിക്കാൻ ചെയറില്ല വീട്ടിൽ. കാരണം ചെയർ മൊത്തം നമ്മൾ പറഞ്ഞ പ്ലാസ്റ്റിക് ചെയറിന്റെ മൊത്തം പുറകു മൊത്തം കറുത്ത് അത് മൊത്തം ഇങ്ങനെ പീലായി ഇരിക്കുന്ന ഒരു ചെയർ. അങ്ങനെ ഇരുന്നിരുന്ന ഒരു വീട്ടിലോട്ട് എൻ്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വരും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം ഒന്നുമില്ല. പക്ഷെ ആ ശൂന്യതയിലൊക്കെയും എനിക്ക് വേണ്ടത് വിടുതല. എൻ്റെ വിവാഹം നടക്കണം. വിവാഹം നടന്നു കഴിഞ്ഞപ്പോഴത്തെ പ്രാർത്ഥന വിഷയം എന്താ? എനിക്ക് എത്രയും പെട്ടെന്ന് വിദേശത്തെത്തണം, നല്ലൊരു ജോലി കിട്ടണം, എനിക്ക് നാട്ടിലൊരു വീട് വെക്കണം. പ്രശ്നങ്ങൾ തീരത്തില്ല കേട്ടോ. അത് ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നല്ലേ. നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഓർത്തി. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊക്കെ ഓർത്തൊരു കാര്യമുണ്ട്. കോളേജ് കഴിഞ്ഞാൽ എൻ്റെ കഷ്ടത മാറും. കോളേജിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഇത് ഇപ്പോഴൊന്നും തീരത്തില്ല, പഠിക്കാൻ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അത്രയും പഠിച്ചാലേ അത്രയും നല്ല ജോലി കിട്ടും. അത്രയും നല്ല ജോലി കിട്ടും. ഇപ്പം ഞാനും ഓർത്തുകൊണ്ടിരുന്ന ജോലി കിട്ടിയ നമ്മുടെ പ്രശ്നം പറഞ്ഞു. ജോലി കിട്ടിയപ്പോൾ അതാണ്ട് ജോലിയിലെ സ്ട്രെസ് വരും. അപ്പം നമ്മളിങ്ങനെ ആക്ച്വലി ജീവിതം മുന്നോട്ട് പോകുന്തോറും ആഡ് ഓൺ ആകുന്നേ ഉള്ളൂ ടെൻഷൻ. ഡിഗ്രി കൂടുക. എൽ കെ ജിന്ന് യു കെ ജിയിലോട്ട് ചാടുമ്പോൾ എൽ കെ ജിക്കാരന്റെ ഉള്ളിലേക്ക് അടുത്തൊരു ടെൻഷൻ വരിക, അടുത്തൊരു സബ്ജക്ട് ആഡ് ആവുക, അവന്റെ ടെൻഷൻ കൂടുക. എൽ കെ ജി തൊട്ട് കോളേജ് വരെ നോക്കിയാൽ ഇങ്ങോട്ട് ടെൻഷൻ കൂടത്തേ ഉള്ളൂ ഏജ് അങ്ങോട്ട് പോകും തോറും. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ അനുഭവമല്ലേ ഞാൻ ഈ പറയുന്നത്. മക്കളുടെ കല്യാണം കഴിയുമ്പോൾ ഓർക്കൂ, മക്കളുടെ കല്യാണം കഴിഞ്ഞ് ഇനി ഒന്ന് സമാധാനത്തോടെ ഇരിക്കണം. അപ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നം, പരാതികള്, പിന്നെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല. കുഞ്ഞുങ്ങളുണ്ടാവാൻ കൊച്ചുമക്കൾ ഉണ്ടാക്കാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോഴും പിന്നെ അവരെ പഠിപ്പിക്കാൻ മോള് കിടന്ന് കഷ്ടപ്പെടുന്നു. പിന്നെ അമ്മ ഇവിടുന്ന് പോയി അവിടെ പോയി നിൽക്കണം. പറയൂ ഇത് എന്തൊരു കഷ്ടമാണ് കർത്താവേ. ഒരു ആശ്വാസം അങ്ങോട്ട് കിട്ടുമ്പോൾ അടുത്ത ചക്രം എൻ്റെ നെഞ്ചത്തിന് നേരെ വന്നി. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താന്ന് മനസ്സിലായോ? എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് സ്വസ്ഥമാവുന്ന ഇവിടെ ഇരിക്കുന്ന ആരും വിചാരിക്കരുത്. മരണം വരെ എന്തുണ്ട്? ജീവിതത്തിൽ പ്രശ്നമുണ്ട്. പ്രശ്നങ്ങൾ ഒരിക്കലും മാറത്തില്ല. പക്ഷേ ഞാനും പറഞ്ഞില്ല, ഞാനും ഈ സത്യം മനസ്സിലാക്കാൻ സമയമെടുത്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞൊരു വലിയ സത്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അത് എൻ്റെ ജീവിതത്തിലെ ടെൻഷൻ മാറ്റി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത്. ഇതിനകത്ത് ടെൻഷനുള്ള ഇരിക്കുന്നവരാണ് മൊത്തം ഇരിക്കുന്നത്. എനിക്കറിയാം ഹൃദയം കലങ്ങിയിരിക്കുന്നവരുണ്ട്. പ്രതീക്ഷ കൈവിട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. ഇനി ആ വിഷയത്തെ ഞാൻ തൊടത്തു പോലും ഇല്ല. ദൈവം എന്നാന്ന് വെച്ചാൽ ചെയ്തോട്ടെ, എന്നെ കൊണ്ട് മടുത്തു എന്ന് പറഞ്ഞവർ ഇതിനകത്തുണ്ട്. മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന എല്ലാ കാറ്റഗറിക്കാരും ഇതിനകത്തുള്ളത് കൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഉള്ള മെസ്സേജ് ചെയ്യുന്ന ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അതിലേക്കൊന്നും ഡീപ്പായിട്ട് ഞാൻ കിടക്കാതെ വചനം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം നിങ്ങളോട് പറയും. ഞാൻ ഇരുന്ന് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ 30 വയസ്സ് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എന്നെ കൊണ്ടുവന്നു. അത് പ്രശ്നം മാറിയിട്ടല്ല കേട്ടോ, കഷ്ടതയിലാണ് പഠിപ്പിച്ചത്. എൻ്റെ മാനസാന്തരത്തിൻ്റെ മെസ്സേജൊക്കെ ഞാൻ അല്ലെങ്കിൽ ടെസ്റ്റ് മണിയൊക്കെ ഞാൻ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ പോയി കേട്ടാൽ മതി. ഞാൻ എങ്ങനെ മാനസാന്തരപ്പെട്ടെന്നു, ഏതൊക്കെ ഏരിയയിൽ ദൈവം എന്നെ മാനസാന്തരപ്പെടുത്തിയെന്നും ഒക്കെ ദൈവം പഠിപ്പിച്ചു കഴിഞ്ഞപ്പം ഒന്ന് ഓർക്കണം. പാസ്റ്ററുടെ മോളായി ജീവിച്ചിട്ടും രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും അഭിഷേകം പ്രാപിച്ചിട്ടും നമ്മൾ പറഞ്ഞ പോലെ മറുഭാഷ സംസാരിച്ചിട്ടും ഹൃദയം നല്ലതല്ലെങ്കിൽ, ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാക്കണേ. ഹൃദയത്തിൻ്റെ അകത്ത്
കപടതയും വഞ്ചനയും ഇഷ്ടക്കേടുകളും എല്ലാം ഉള്ളി വെച്ചിട്ടും നമ്മുടെ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടണേ എന്നുള്ള ഈ യേശുവിന്റെ പുറകെ നടന്ന ജനത്തോട് എന്തുകൊണ്ടാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ കാരണം യേശുവിന്റെ കൂടെയുള്ള ജനത കൂടെ കൊണ്ട് വരുന്ന ജനം ഒത്തിരി പേരുണ്ട്. ഇപ്പം നിങ്ങൾ 4 അധ്യായത്തിന് 1 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു. ഏറ്റവും വലിയ പുരുഷാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായ പുരുഷാരമുണ്ട്. നമ്മളിപ്പോ ഈ പുരുഷാരത്തെ തരം തിരിച്ചാൽ നമ്മൾ ഈ സൂം മീറ്റിങ്ങിലുള്ള എല്ലാ കാറ്റഗറിക്കാരും അതിനകത്തുണ്ട്. ഓക്കെ, 1 അപ്പൊ നിങ്ങൾ റിലേറ്റ് ചെയ്തോണം. കുറേ നാളായിട്ട് പ്രാർത്ഥിച്ചു, ഒരു മറുപടിയും കിട്ടും. ചില പറഞ്ഞില്ല, ഞാൻ എല്ലാ പള്ളികളിലും പോയി സിസ്റ്ററെ, ഇനി എനിക്ക് പോകാൻ പള്ളികളില്ല കേരളത്തിൽ. അതുപോലെ എല്ലാ പള്ളികളിലും പോയി. യൂട്യൂബിൽ കണ്ട് ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവദാസനെ കണ്ടു, അല്ലെ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതളകുന്ന കണ്ടു, ഉടനെ അവരുടെ നമ്പർ എടുക്കും, ഉടനെ അവരെ വിളിക്കും, അവരുടെ അടുക്ക പോയി. വിടുതൽ കിട്ടിയില്ല. കേൾക്കണം, ഇങ്ങനെ എല്ലായിടത്തുനിന്നും റിജക്ഷൻസ്, അല്ലെ നടക്കുന്നില്ല. ഇതിങ്ങനെ കേട്ട് സങ്കടം വന്നിരുന്നപ്പം ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു സിസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്തുന്നുണ്ട്, അതിനകത്ത് വിടുതലുണ്ട്. അപ്പൊ കേട്ടപ്പോ പറഞ്ഞു, എന്നാൽ അതിനകത്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ കയറിയവരും കാണും ഇതിനകത്ത്. പലര് പറഞ്ഞ് കേട്ടും അറിഞ്ഞും എല്ലാവരും ഫെയിൽ ആയി കഴിഞ്ഞ് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയവർ ഇതിനകത്തുണ്ട്. സത്യമാ, ഇതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത് ഒരു ട്രയൽ ആക്കി വെച്ചവരുണ്ട്. അപ്പൊ ഈ യേശുവിനെ ഫോളോ ചെയ്ത കൂട്ടുകാരനകത്ത് ഒരു കൂട്ടരതാ പലയിടത്ത് പോയി വൈദ്യന്മാരാൽ ആശ്രയിച്ചു, അല്ലേ? അർത്ഥം മനസ്സിലാകുന്നുണ്ട്? അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനകത്തുണ്ട് 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ, പല വൈദ്യന്മാരാൽ എല്ലാം വിറ്റു, ഒന്നും കിട്ടുന്നില്ല. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള ശ്രുതി കിട്ടും. അങ്ങനെയുള്ളവരുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് അവസാനം യേശുവിനെ അറിയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കൂട്ടർ യേശുവിന്റെ അടുക്കല്. അടുത്ത കൂട്ടരെന്ന് പറയുന്നത് അപ്പം കഴിക്കാൻ വരുന്നവർ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും, ഞാൻ എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ യേശുവിനെ ഫോളോ ചെയ്ത് സ്ത്രീകളായിരുന്നു. കാരണം എന്നാണെന്നറിയാം, എവിടെയൊക്കെ അപ്പം കിട്ടുന്നു അത് പാക്ക് ചെയ്തുകൊണ്ട് വീട്ടിലും വരാം. ഇഷ്ടം പോലെയല്ലേ കർത്താവ് കൊടുക്കുന്നത്. ഇപ്പം വൈകുന്നേരം ഹസ്ബൻഡ് വരുമ്പോഴത്തേന് കയ്യിലൊരു എക്സ്ട്രാ 2 അച്ചായം വരും. അച്ചായനും കൂടെ 2 പൊതിഞ്ഞ് കൊണ്ടുപോകുന്നവരും ഉണ്ട് അതിനകത്ത്. ഭക്ഷണം കിട്ടുന്നവരുണ്ട്, രോഗസൗഖ്യത്തിനായിട്ട് വന്നവരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇവരെല്ലാം ഉണ്ട്. രോഗസൗഖ്യം, തലമുറയോർത്ത് കരയുന്നവരുണ്ട്, തലമുറയുടെ രോഗം, കുടുംബജീവിതത്തിൽ തകർന്നവർ, ഇതെല്ലാം യേശുവിന്റെ കൂടെയുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, യേശു എവിടെയെങ്കിലും, ശ്രദ്ധിക്കണേ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ, യേശു എവിടെയെങ്കിലും ഈ പുരുഷാരത്തെ അഡ്രസ് ചെയ്യുമ്പോൾ നിന്റെ കഷ്ടത മാറ്റാനാ ഞാൻ വന്നെന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടവരൊന്ന് ആ ബാക്കി എനിക്കൊന്ന് അയച്ചു തരുമോ? പുരുഷാരമേ, നിങ്ങളുടെ അവസ്ഥ ഞാൻ അറിയുന്നു. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ അവസ്ഥ ഞാൻ അറിഞ്ഞു. നീ തകർന്നാ വന്നേക്കുന്നത്. നിന്റെ തകർച്ച മാറ്റാനാ ഞാൻ വന്നേക്കുന്നത്. നിന്റെ എന്താ പ്രശ്നം? ഇങ്ങോട്ട് വാ. പറഞ്ഞ വാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോൾ അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും എൻ്റെ അടുക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ വാക്യത്തിനും ഭയങ്കര ഒരു ആത്മീക അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവര്, നിങ്ങൾ എൻ്റെ അടുക്ക് വരുവി, ഞാൻ നിങ്ങളുടെ ഭാരം മാറ്റിത്തരാം, നിങ്ങളുടെ ചുമട് ഞാൻ ചുമക്കാമെന്നാണോ അതിന്റെ അർത്ഥം? ആശ്വസിപ്പിക്കാന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഇപ്പൊ നിങ്ങള് ഈ പ്രാർത്ഥനയിൽ കയറി ആരെങ്കിലും ലിങ്ക് അയച്ചു, ഈ സിസ്റ്റർ ഉറപ്പാണോ ഈ മീറ്റിംഗ് വന്ന എന്റെ കടം മാറുന്നു? പിന്നെ ഉറപ്പാ, ഞങ്ങൾ പ്രാർത്ഥിച്ച് എത്ര പേരെ കടം മാറിയിട്ടുണ്ടെന്നറിയോ? ധൈര്യമായിട്ട് കയറി. അപ്പം കേറുമ്പോ ഇവരുടെ വിചാരം എന്താണെന്നറിയോ? 2ാമത്തെ മീറ്റിംഗ് ആകുമ്പോഴത്തേന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും, എന്റെ കടം മാറി. പക്ഷെ 2 കഴിഞ്ഞ് 3 പറഞ്ഞിട്ട് കടം മാറുന്നില്ല. അപ്പൊ ഡൗട്ട് വരാൻ പറഞ്ഞു, ഇത്രയും മീറ്റിംഗ് കയറിയിട്ട് എന്റെ കടം എന്താ മാറാതെ? ആക്ച്വലി മീറ്റിങ്ങിന് കയറുന്ന കടം മാറ്റുക എന്നുള്ള ദൈവം ചെയ്തോളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരേക്കേണ്ട ആശ്വാസത്തിനാ. അതായത് ഞാൻ പറയാം, ഇനി പറഞ്ഞു വരും. ഇപ്പൊ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി ഇന്നത്തെ വചനം കേട്ടോ. വരാൻ പോകുന്നതേ ഉള്ളൂ, പടിപടിയായിട്ടാ, ലെയർ ആയിട്ടാ മനസ്സിലാകും. ഞാൻ ഇത്രയും പറയുന്നത് ഇതിനകത്ത് കർത്താവിനെ ഇതുവരെയും യഥാർത്ഥമായി അറിയാത്തവരും ഇതിനകത്തുണ്ട്. അപ്പൊ അവർക്കും കൂടെ മനസ്സിലാവാനാണ് ഞാൻ ഏറ്റവും എളിമത്വത്തോടും ഏറ്റവും ഞാൻ എന്നോട് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് വളരെ ശാന്തമായി എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ ഹൃദയം നീ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ വചനം മാത്രം യേശു പറയുന്നത്. ഇപ്പൊ ഈ വളരെ പുരുഷാരം വന്നവരോട് യേശു പറയുന്നത് ഒരു ഉപമ നിങ്ങൾ കേട്ടോ? വിതയ്ക്കാൻ വന്നവൻ വിതച്ചു. ഞാൻ ചോദിക്കട്ടെ, മക്കളെ കുറിച്ചുള്ള ഭാരത്തിൽ വരുന്ന ഒരു അമ്മയ്ക്ക് ഈ വിതക്കാരന്റെ ഉപമ കേട്ട ആശ്വാസം വരുമോ?
നിങ്ങൾ പറ. അപ്പം തന്നെ സൂം ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകും. യേശു അവിടെ സൂം മീറ്റിംഗ് വന്നിട്ട് പറയാം, ഇന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഭാരത്തിൽ വന്ന് കരഞ്ഞ് ഭയങ്കര തകർന്നിരിക്കുമ്പോഴാണ് യേശു പറയാം, ഓക്കെ മക്കളെ എല്ലാവരും വന്നോ? വന്നു. എന്നാ കേട്ടു. കേൾപ്പീൻ, വിതയ്ക്കാൻ ഒരുവൻ പുറപ്പെട്ടു, അവൻ വിതച്ചു. ഓ, ഇന്ന് വിതയാണോ? ഒരു കാര്യം ചെയ്യും, സൂം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഞാൻ എക്സ്പെക്ട് ചെയ്ത വചനം ഇതല്ല സിസ്റ്ററെ. ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്നോട് വ്യക്തിപരമായി നിന്റെ വിഷമങ്ങളെ മാറ്റുമെന്ന് പറയുന്നൊരു വാക്യമായിരുന്നു. പക്ഷെ സിസ്റ്റർ വായിച്ചത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന്. ഇതൊന്നും എനിക്ക് ആശ്വാസം തരത്തില്ല. സത്യമായി ഇതൊന്നും ആശ്വാസം തരത്തില്ല. പക്ഷെ ഞാനൊരു സത്യം പറയാം. ഈ താൽക്കാലിക ആശ്വാസത്തിന്റെ പ്രത്യേകത ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു വാക്കാട്ടോ. കാരണം എൻ്റെ ജീവിതത്തിലെ അനുഭവം കേട്ടോ ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നും ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. ഞാനും ഈ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി പോയ ആൾ. അതായത് ഞാൻ അതിന് പറയുന്ന പേര് പെയിൻ കില്ലർ കഴിക്കുക എന്നാണ്. തലവേദന കൂടി വരുമ്പോൾ നമ്മൾ ആദ്യം എന്നാ ചെയ്യുന്നത്? ഒരു പാരസെറ്റമോൾ എടുത്തും കഴിക്കല്ലേ? ആണോ? അപ്പം ഹസ്ബൻഡ് പറയും, എടി നീ കുറേ ദിവസമായില്ലേ ഈ തലവേദന കൊണ്ട് നടക്കുന്നു, ഒന്ന് ഡോക്ടറെ കാണിക്കണ്ട. അയ്യോ ഇനി പിന്നെ സ്കാനിങ് ആയി, എനിക്ക് ആ ടെൻഷൻ ഉണ്ട്. പാരസെറ്റാമോളെ നിന്നോളൂ നീ. പിറ്റേ ദിവസം പിന്നെയും തലവേദന, പിന്നെയും ഒരു പാരസെറ്റാമോൾ അങ്ങ് എടുക്കും. പക്ഷെ നമ്മൾ അറിയാത്തൊരു കുഴപ്പമുണ്ട്. ഈ പാരസെറ്റാമോൾ കഴിച്ചുണ്ടല്ലോ, തലവേദനയ്ക്ക് ആശ്വാസമുണ്ട്, പക്ഷെ വേറൊരു സാധനം നശിച്ചുകൊണ്ടിരിക്കുക അകത്ത്. അതിന്റെ പേരാ ലിവർ. ലിവറിനകത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കോംപ്ലിക്കേഷൻസ് വരുന്നു, കുറേ അങ്ങോട്ട് പെയിൻ കില്ലർ കഴിച്ചാൽ. പിന്നെ ഒരു സംഭവമുണ്ട്, ഇതിന്റെ യഥാർത്ഥ കാരണം മറഞ്ഞും കിടക്കും. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഈ തലവേദന ഉണ്ടാക്കുന്നതിന്റെ യഥാർത്ഥ കാരണം മറഞ്ഞു കിടക്കുക. അത് ഇതുവരെ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് അതിന് ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ന് പല മീറ്റിങ്ങുകളിലും കയറിയിരിക്കുന്ന 80% ആൾക്കാർ, അവർക്ക് ആശ്വാസം മതി, താൽക്കാലിക ഒരു ആശ്വാസം, താൽക്കാലിക വിടുതൽ, താൽക്കാലികമായത് മതി. യഥാർത്ഥമായി ഒരു പരിവർത്തനം അല്ലെ രൂപാന്തരം അവരിൽ വേണ്ട. ഇങ്ങനെ കടന്നുപോയ ഒരാളാണ് ഞാൻ. അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, കർത്താവ് ഇതല്ല ആഗ്രഹിക്കുന്നത്. കർത്താവിന് എപ്പോഴും ഇഷ്ടം യഥാർത്ഥമായി പൂർണ്ണ ഹീലിംഗ് തരാണ്. പക്ഷേ രോഗിയായിട്ട് നിങ്ങൾ വന്നാലും, വിവാഹ വിഷയത്തിന് വേണ്ടി നിങ്ങൾ വന്നാലും, തലമുറയോർത്ത് നിങ്ങൾ കരഞ്ഞാലും, കുടുംബജീവിതത്തിലെ തകർച്ചയോർത്ത് നിങ്ങൾ കരഞ്ഞാലും, ആദ്യം കർത്താവ് ആ വിഷയത്തെ തൊടത്തില്ല. അത് നിങ്ങൾക്കറിയാമോ? അറിയാമോ? ഇപ്പൊ കുടുംബജീവിതത്തിൽ ഭയങ്കര തകർച്ചയാണ്. എൻ്റെ ഭർത്താവ് ഒന്ന് മാനസാന്തരപ്പെടണം. ദൈവത്തിന്റെ അടുക്കൽ വരുക, ഈ വിഷയമായിട്ട് ഇന്നിരിക്കുന്ന ആരോടെങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ദൂത് പറയാൻ. ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ. സമാധാനം എന്ന് പറയുന്നില്ല. ഭർത്താവ് ഒരു രീതിയിലും സമാധാനം തരുന്നില്ല, സ്വസ്ഥത തരുന്നില്ല. നമ്മൾ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ വീടിനകത്ത് ഒരു സ്വസ്ഥത, ഒരു സമാധാനം, എൻ്റെ ഹസ്ബൻഡിന് ഒരു മാറ്റം. നമ്മൾ ഈ വിഷയമായിട്ട് ദൈവസന്നിധി പോയി കർത്താവ് ചിലപ്പോൾ ഡയറക്റ്റ്ലി ആ വിഷയത്തെ തൊടത്തില്ല. പകരം കർത്താവ് ചെയ്യുന്നത് നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തി വിടും, നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റും. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അർത്ഥം മനസ്സിലായി. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടൊരു ഹസ്ബൻഡും വൈഫും, ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, കേട്ടവർ കാണും, ഇല്ലെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിക്കാൻ വേണ്ടി പറയാം. ഒരപ്പച്ചനും അമ്മച്ചിയെ, ഇച്ചിരി പ്രായമുള്ളവരാ. അവര് എല്ലാ ദിവസവും രാവിലെ കാപ്പി കുടിക്കാൻ വേണ്ടി അവരവരുടെ വീടിന്റെ ഒരു വശത്തിരിക്കും. അപ്പം നമ്മൾ ഡൈനിങ് റൂമിലൊക്കെ ഇരിക്കുന്ന പോലെ ഒരു വശത്തിരുന്നിട്ട് ഗ്ലാസ്സിൽ കൂടെ അപ്പുറത്തെ ചുറ്റുപാടൊക്കെ കണ്ടോണ്ടിരിക്കും. അപ്പൊ ഒരു ദിവസം ഈ അപ്പച്ചനും അമ്മച്ചിയും ഇങ്ങനെ ഇരുന്നപ്പം ഈ അമ്മച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ കുറേ ദിവസം അച്ഛനോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു. നമ്മുടെ അപ്പുറത്തെ അമ്മച്ചിയില്ലേ, തൊട്ടപ്പുറത്തെ വീട്ടിലെ, ഈ അമ്മച്ചി എന്നും തുണി കഴുകിയിടും അയല്. പക്ഷെ ആ തുണിയില് ഒരു ചെളിയും പോകുന്നില്ല. ഇവർക്കത് മര്യാദയ്ക്ക് കണ്ണാടി വെച്ചതൊന്ന് വൃത്തിക്ക് കഴുകി. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അച്ചായൻ നോക്കിയിട്ട് പറഞ്ഞു, ആ ശരിയാണല്ലോ, ആ വെള്ള തുണിയെ മൊത്തം അഴുക്ക. പക്ഷെ എന്നും കഴുക്കുണ്ട്, എന്നും അമ്മച്ചി കഴുകുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ അമ്മച്ചി ഹസ്ബൻഡും ഇരുന്ന് ഇങ്ങനെ പറയാം, എല്ലാ ദിവസവും ഇരുന്ന് പറയാം. പിറ്റേ ദിവസം കാപ്പി കുടിക്കായിരുന്നു പറഞ്ഞു, കണ്ടോണേ ഇന്നും അവർ കഴുകിയിട്ടിരിക്കുന്നുണ്ട്, അവത്തെ മൊത്തം ചെളിയ. ഇങ്ങനെ പറഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം അമ്മച്ചി രാവിലെ കാപ്പി കുടിക്കാൻ വന്നിരുന്നപ്പം നല്ല വെള്ളത്തുണി കിടക്കുന്നു അയല്. അപ്പൊ അമ്മച്ചി പറഞ്ഞു, അയ്യോ എൻ്റെ അച്ഛാ, അവസാനം അവർക്ക് മനസ്സിലായി. ഒന്നെങ്കിൽ അവർ കണ്ണാടി മാറ്റി, അല്ലെങ്കിൽ നല്ല സോപ്പ് മാറ്റി, അല്ലെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത് നല്ല വൃത്തിയായിട്ടുണ്ട് തുണി. എന്തായാലും നല്ല കാര്യം. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, അത് അമ്മച്ചി വൃത്തിക്ക് കഴിക്കേണ്ടിയല്ല, ഞാനിത് നമ്മുടെ ജനലൊന്ന് തുടച്ചായിരുന്നു.
അർത്ഥം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മുടെ വീടിന്റെ ജനല് ഞാൻ ഇന്ന് തുടച്ചെന്ന്. അർത്ഥം മനസ്സിലായില്ല. മനസ്സിലായിരുന്നു കൈവെക്കാവോ? എന്തോ അതിന്റെ അർത്ഥം? ഞാൻ നോക്കുമ്പോ അമ്മച്ചിയുടെ വസ്ത്രത്തെ മൊത്തം ചെളിയാ. അമ്മച്ചിയുടെ കഴുക്കിന്റെ കുഴപ്പം, അമ്മച്ചിയുടെ സോപ്പിന്റെ കുഴപ്പം, അമ്മച്ചിയുടെ കണ്ണിന്റെ കുഴപ്പം. പക്ഷെ ആക്ച്വലി കുഴപ്പം സ്വന്തം വീടിന്റെ ഏത് കണ്ണാടി കൂടിയായിരുന്നോ നോക്കിക്കൊണ്ടിരുന്നത്, ഏത് ജനലിൽ കൂടിയാണോ നോക്കിക്കൊണ്ടിരുന്നത്, ആ ജനലയിൽ ആ ചെളി. പക്ഷേ സ്വന്തം ചെളി കാണുന്നില്ല, പകരം മറ്റൊരാളുടെ ചെളി കാണുക. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നം. ഞാൻ പറഞ്ഞതിന്റെ സാരം, എന്നാ ഹസ്ബൻഡ് അത് തിരിച്ചറിഞ്ഞത് ക്ലീൻ ചെയ്തോ, അമ്മച്ചിയുടെ പ്രശ്നം മാറി. അമ്മച്ചിക്ക് അപ്പം മനസ്സിലായി, അയ്യോ പാവ, ഇത്രയും നാളെ ഞാൻ പള്ളു പറഞ്ഞു, പക്ഷെ അമ്മച്ചി പെർഫെക്റ്റാ. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം പറഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഞാന് കല്യാണമൊക്കെ കഴിഞ്ഞ് US വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വളർന്ന ഒരാളാണ്, അമേരിക്കൻ ഇതാണ്, പക്ഷേ മലയാളം സംസാരിക്കത്തില്ല. അപ്പൊ ഞങ്ങൾക്കിടയിൽ മലയാളിയായ ഞാൻ ഇവിടെ വന്ന് ഈ ഒരു കൾച്ചറിൽ വളർന്ന ഒരാളുമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫാണ്, എളുപ്പമല്ല. മലയാളവും സംസാരിക്കത്തില്ല. ഞാനാണ് എപ്പോഴും മലയാളം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ. അപ്പൊ അങ്ങനേതായ ഒരു പല രീതിയിലുള്ള പ്രയാസങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയി. എന്നാലും നല്ലൊരു ഹസ്ബൻഡിനെ കേട്ടോ ദൈവം എനിക്ക് നൽകി തന്നത്. എനിക്ക് വേണ്ട ആളെ, പെർഫെക്റ്റ് മാച്ചിനെ ദൈവം എനിക്ക് തന്നത്. പക്ഷേ നമ്മളെപ്പോഴും പറയും, എത്ര നമുക്ക് നല്ലതിനായിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തന്നാലും നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ അതിനകത്തും കുറവ് എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കായിരിക്കും. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ അച്ഛനെ നോക്കുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഞാൻ ബൈബിള് വായിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും പുള്ളി ചെയ്യുന്നില്ല. അർത്ഥം മനസ്സിലായോ? രാത്രി വരുന്നു, ജോലി കഴിഞ്ഞ് വരുന്നു, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പകുതി ഇരുന്ന് ഉറങ്ങും. അച്ഛാ ബൈബിൾ വായിക്കുമോ? ഇന്നില്ല, നീ വായിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും, ഇതെന്തൊരു കഷ്ടമാണ്. അപ്പൊ എനിക്കൊന്ന് ഭയങ്കര ഭാരം വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ദൈവസന്നിധി ഇരുന്ന് അങ്ങ് പറയാൻ തുടങ്ങി, കർത്താവ് ഇത് എന്തൊരു കഷ്ടമാ, കർത്താവല്ലേ പറഞ്ഞ നിന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനാന്ന്. ഇത് ആലോചന പോയിട്ട് ബൈബിള് പോലും വായിക്കാത്ത മനുഷ്യൻ എങ്ങനെയാ നിന്റെ ആലോചന അനുഷ്ഠിക്കുന്നത്? ദൈവത്തോട് അങ്ങ് പരാതി പറയുക, ഇങ്ങനെയാണോ കർത്താവ്, ഇത് ശരിക്കും എനിക്ക് തന്നെ ഉള്ളതായിരുന്നോ? കർത്താവിന്റെ വേല ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാത്ത ആളെങ്ങനെയുണ്ട് കർത്താവിന്റെ വേല ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കർത്താവിനോട് അങ്ങ് പരാതി പറയുക. ഈ പരാതി ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് കർത്താവ് എന്നെ ഒന്ന് പിടിക്കുന്ന കേട്ടോ. ആ പിടുത്തത്തിലാണ് ഞാൻ മാനസാന്തരപ്പെടുന്നത്. അപ്പൊ ആ പിടുത്തത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ദൈവത്തോട് പരാതി പുള്ളി ശരിയല്ല, പുള്ളി ആത്മീയനല്ല, ഞാൻ ആത്മീയൻ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഒരു ദിവസം കർത്താവിന്റെ കുറെ ഒരു ദീർഘ മൗനത ഉണ്ടായിരുന്നു. എത്രത്തോളം ഞാൻ പോകുന്നു നോക്കി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു അവസാനം കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ ഓപ്പൺ ചെയ്യാം, നീ ആരാന്ന്. അങ്ങനെ ദൈവസന്നിധി ഇരുന്ന ഒരു സമയം ഞാൻ തകർന്നിരിക്കുവോ. ദൈവസന്നിധി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുക, മോളെ, നിന്റെ കണ്ണിക്കൂടെ നീ നോക്കുമ്പോൾ പീറ്റേഴ്സൺ ആത്മീകനല്ല. കാരണം ആത്മീകർ എന്ന് പറയുന്ന, ഇപ്പൊ ഞാൻ ഒരു ആത്മീകനെ കാണുന്ന നിലയിലല്ല നിങ്ങളൊരാൾ ആത്മീകൻ എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, അക്സ സിസ്റ്റർ ആരെയും ഒരു ആത്മീകൻ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഒരു 8 വർഷത്തിന് മുമ്പുള്ള അക്സ ആരെ ആത്മീകൻ എന്ന് പറയുന്നു പറയട്ടെ? എപ്പോഴും വെള്ളയും മാത്രമേ ഇടാവുള്ളൂ. ചർച്ചിൽ മുൻനിര വന്നിരുന്നോണം. എല്ലാ പാട്ടും കഴിഞ്ഞ് നന്നായിട്ട് അന്യഭാഷ പറഞ്ഞോണം. കേൾക്കുന്നുണ്ടല്ലോ? എല്ലാവരും എന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്നു, അയ്യോ ശരിയാ, ശരി, മിണ്ടാതിരുന്നോണം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാ പ്രാർത്ഥനയ്ക്കും മുൻനിര വന്നോണം. രാവിലെ എഴുന്നേറ്റോണം, ബൈബിള് വായിച്ചോണം, പ്രാർത്ഥിച്ചോണം. പാസ്റ്റർമാർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചാടി കയറി പറഞ്ഞോണം. PYPക്ക് ഹയർ നല്ലതായിട്ട് നിന്നോണം. എല്ലാത്തിനും മുൻനിര നിൽക്കും. ഞാൻ പറയും, ആ കൊച്ചു എന്നാ ആത്മീക എന്നറിയോ? ഞാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ? ഞാൻ ഭയങ്കര ആത്മീയമായിരുന്നു. അങ്ങനെ ഒരു ലെവലിൽ പോവാം. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ഒരാൾ ആത്മീയനാണോ എന്ന് മനുഷ്യർക്ക് പല തട്ടുകളുണ്ട്. ഒരാൾ ചിലപ്പോൾ പ്രസംഗം കേൾക്കും പറയും, അയ്യോ ആ കൊച്ചിന്റെ പ്രസംഗം എന്നെ ആത്മീക കാഴ്ചപ്പാട് അഭിഷേകമുള്ള കൊച്ചാണ്. ഇതൊക്കെ നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ വേറെ കൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഒരു നിലവാരം ഞാൻ പറഞ്ഞു, ഞാൻ ഇടുന്ന സ്കെയിലർ അതേല ഞാൻ പറയുന്നവർ ആത്മീകരാണ്. അപ്പൊ കർത്താവ് എന്നോട് പറയാം, മോളെ, ഞാൻ ഒരാൾ ആത്മീകനാണെന്നും എൻ്റെ ഹൃദയപ്രകാരം അവർ ജീവിക്കുന്നെന്നും ഞാൻ പറയുന്നത് ഒരിക്കലും പുറമേയുള്ള ബാഹ്യ പ്രകടനങ്ങൾ കണ്ടിട്ടല്ല. എനിക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ നോക്കുന്നത് സങ്കീർത്തനങ്ങൾ 51:5 ഇങ്ങനെ പറയുന്നുണ്ട്. 51 അന്തർഭാഗത്തിലെ സത്യം അല്ലോ ഞാൻ ഇച്ഛിക്കുന്നത്. ആര്? ദൈവം. എന്ന് വെച്ചാൽ ഒരാൾ ആത്മീയനാണെന്ന് കർത്താവ് നോക്കുന്ന ഒരൊറ്റ സ്കെയിലല്ല. എന്താണെന്നറിയാമോ? ആ വ്യക്തിയുടെ അന്തർഭാഗത്തിലെ സത്യം.
തൂത് മനസ്സിലാവുന്നുണ്ടോ? എന്താ അന്തർഭാഗത്തിലെ സത്യം? ഞാൻ എന്ത് ചെയ്താലും അതിന്റെ പിൻപില് ഉദ്ദേശമറിയുന്നൊരു ദൈവം. ഇതെനിക്കറിയില്ലായിരുന്നു. അപ്പൊ കർത്താവിന്റെ സന്നിധി ഇരുന്ന് ഞാൻ ഭയങ്കര സംഭവം, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ അടുക്ക പറഞ്ഞപ്പോ കർത്താവ് പറയും, അതാണ് നീ നിന്റെ ആത്മീയതയ്ക്ക് നീ തന്നെ ഇട്ട വില. എന്നിട്ട് കർത്താവിനോട് പറയാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട് മോളെ, ഞാൻ നിന്റെ അന്തരംഗം നോക്കുമ്പോ ഉണ്ടല്ലോ, അക്സ എന്ന് പറയുന്ന പാസ്റ്ററുടെ മോള്, 10-ാം വയസ്സ് രക്ഷിക്കപ്പെട്ടവള്, സ്നാനപ്പെട്ടവള്, ചർച്ചയിരുന്ന് അന്യഭാഷ പറയുന്ന നിന്റെ അന്തർഭാഗത്തിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ നിന്റെ അന്തർഭാഗത്തിൽ ഒത്തിരി മറഞ്ഞു കിടക്കുന്ന പാപമുണ്ട്. പുറമെ വെള്ളയിട്ട് നീ അതിനെ മൂടുമ്പോൾ ഞാൻ നോക്കിയത് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗം. വചനവുമായിട്ട് റിലേറ്റ് ചെയ്യാം. മർക്കോസ് 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നിലം, നല്ല നിലം, വഴിയാണോ മുള്ളാണോ, ഇതെല്ലാം. അപ്പൊ എന്റെ നിലം നോക്കിയിട്ടാ ദൈവം വിത്തിടുന്നത്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്റെ നിലം, വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ നിലം എങ്ങനാ? ഇപ്പം എന്റെ നിലം എങ്ങനായിരുന്നെന്ന് ദൈവം നോക്കിയപ്പോ ദൈവം പറയാ, മോളെ നിന്റെ നിലം സംഭവം എന്താണെന്നറിയോ? പുറമേ നോക്കിയോ എന്നാ നല്ല നിലമാണെന്നറിയോ? ചിലർ വസ്തു മേടിക്കുമ്പോൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ പണ്ടത്തെ അമ്മച്ചിമാരോടൊക്കെ നിങ്ങളൊക്കെ അനുഭവം നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഈ വീടിരിക്കുന്ന വസ്തു എങ്ങനെ മേടിച്ചത്, അല്ലെ കൃഷിസ്ഥലം എങ്ങനെ മേടിച്ചത്? ചില അപ്പച്ചമാർ പറയും, എന്റെ മോളെ ഒത്തിരി അബദ്ധം പറ്റി അവസാനം ദൈവം തന്നൊരു വസ്തുവായിരുന്നു. ഞാൻ ആദ്യം ഒരു വസ്തു പോയി കണ്ടു, ഈ എന്നോ നല്ലതായിരുന്നു അറിയോ, ഏക്കർ കണക്കിന്, കുറച്ച വിലയ്ക്ക് അവര് തന്നു. അന്ന് ഞാൻ ഓർത്തത് നല്ലതാണ്. പക്ഷേ ഒരു കിണർ കുത്താൻ ഞാൻ പെട്ട പാട്, കുഴിച്ച് ചെല്ലുമ്പോൾ മൊത്തം എന്തുവാ. അനുഭവം ഉള്ളവരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി അമ്മച്ചിമാര് പറഞ്ഞ കഥകൾ. ചിലര് പറയും നല്ല നിലമാ എൻ്റെ മോളെ, കൃഷി ചെയ്യാൻ പറ്റത്തില്ല, കൃഷി അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേനും മൊത്തം അവിടുന്ന് ഇവിടുന്ന് എല്ലാം മുള്ള് വളർന്നു വരും, ഇതിന്റെയൊക്കെ വേരെവിടാ കിടക്കുന്നത്. ചിലര് പറയും നല്ല നില, പക്ഷെ വെള്ളം കിട്ടത്തില്ല, എന്ത് കൃഷി നശിച്ചിട്ടുണ്ടോ, എന്ത് നഷ്ടം വന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം പക്ഷെ ഈ അപ്പച്ചന് ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നതിന് മുമ്പ് എന്താ പറ്റിയ അപ്പച്ച? ടെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ലല്ലേ? ടെസ്റ്റ് ചെയ്തിട്ടല്ലല്ലോ, നമ്മൾ കണ്ടാ മേടിക്കുന്നത്. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്, കണ്ട് മേടിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ പലതും കണ്ടാ ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? പലരെയും കാണും, പലതും കാണും. നമ്മൾ നമ്മളെ തന്നെയും കാണും. നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മൾ സൂപ്പറാണ്. പക്ഷെ കർത്താവ് പറയുക, ഞാനിതൊന്നും അല്ല നോക്കുന്നത്, ഞാൻ അന്തർഭാഗമാണ് നോക്കുന്നത്. ഈ അന്തർഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്തുവാ കുഴപ്പം? സത്യമുണ്ടോന്നാ നോക്കുന്നത്. ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഈ വചനം പറയാനിരിക്കുമ്പോഴും വചനം ദേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ കർത്താവ് മേളിലിരുന്ന് നോക്കുന്നത് അക്സ എന്ന് പറയുന്ന ആളുടെ ഹൃദയത്തിന്റെ അകത്തെ ഇന്റൻഷനാ നോക്കുന്നത്. ഞാൻ ഇന്ന് എന്തിന് ഈ വചനം പ്രസംഗിക്കുന്നത്? എന്റെ സ്വയം പ്രശംസയ്ക്കാണോ, നിങ്ങളുടെ കയ്യടിക്കാണോ, നാളെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് വിചാരിച്ചാണോ, നിങ്ങളെല്ലാം ഇംപ്രസ് ചെയ്യാനാണോ? ഇതെല്ലാം കർത്താവ് നോക്കും. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും നിങ്ങളുടെ അന്തർഭാഗത്തിലെ സത്യം ദൈവം നോക്കുക. ഈ പ്രാർത്ഥനാ വിഷയത്തിൽ സത്യമുണ്ടോ? അപ്പൊ നിലം നമ്മൾ പറയും, ഇല്ല സിസ്റ്ററെ സത്യമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ഒറ്റ സത്യമുള്ളൂ. ഞാൻ അതിലേക്കും വരാൻ പോവാ. വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രാർത്ഥനയിൽ എത്രമാത്രം സത്യമുണ്ടെന്ന്. ഈ അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം നമ്മളെ നോക്കും. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ സത്യം നോക്കുക, പക്ഷെ എന്റെ ലൈഫിൽ സത്യം ഇല്ലെന്ന് ആരാ പറഞ്ഞെന്നറിയോ? കർത്താവ് പറഞ്ഞു. എന്നോട് കർത്താവ് പറഞ്ഞു, മോളെ ശരിയാ, നീ ഇത്രയും നാളെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നീ ചർച്ചിൽ ഭയങ്കര ആക്റ്റീവ് കാര്യമൊക്കെ, പക്ഷെ നീ എല്ലാം ചെയ്തത്, നീ ചർച്ചിൽ വന്നത്, വെള്ളം ഇട്ടത്, ആരാധിച്ചത്, അന്യഭാഷ പറഞ്ഞത്, പാട്ട് പാടിയത് എല്ലാം ഞാൻ പറയാം അതിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? നീ മറ്റുള്ളവരുടെ കൈയടിക്കും, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? പറഞ്ഞുതരാം. ഇവിടെ വീട്ടിലൊക്കെ മക്കളെ വളർത്തിയിട്ടുള്ളവരാണല്ലോ നിങ്ങളെല്ലാവരും. നമ്മുടെ മക്കളെയും കൊണ്ട് ഒരു ഗസ്റ്റിന്റെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞിട്ട് പോകും? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ കുരുത്തക്കേടിന്റെ ആശാന പോകുമ്പോ പറഞ്ഞൊരു വാക്കുണ്ടോ? ഒടച്ചൊന്നോട്ടങ്ങി ഇരുന്നോണേ. അവിടെ പോയി എല്ലാത്തിലും ഒന്നും വലിഞ്ഞു കയറില്ല. ഇവിടെ കാണിക്കുന്നതൊന്നും അവിടെ പോയി കാണിച്ചേക്കല്ലോ. അടങ്ങിയിരുന്ന ഞാൻ വരുമ്പോൾ ഒരു സൂത്രം മേടിച്ചു തരാം. പറഞ്ഞവരൊക്കെ ഒന്ന് കൈവെക്കാവോ മക്കളോട്? അയ്യോ, ഞാനിത് എപ്പോഴും പറയുന്നുണ്ട്. ഇല്ല, ഇവിടെ ആരും പറയാറില്ലേ? പറയാറുണ്ട്.
ആൺപിള്ളേരെയൊക്കെ വളർത്തിയ അമ്മമാർക്ക് അതേ പറയാനുള്ളൂ. എന്താ പറയുന്നത്? എൻ്റെ കുഞ്ഞെ അവിടെ എങ്ങും പോയി എല്ലാം ഒന്ന് പിടിച്ച് വലിച്ചിട്ടേക്കല്ലേ, അടങ്ങി ഒതുങ്ങി എൻ്റെ കൂടെ ഒന്ന് ഇരുന്നേക്കണേ. ശരിക്കും എന്തിനാ? ഇപ്പൊ നമ്മുടെ കൊച്ചു ആ ഗസ്റ്റിന്റെ വീട്ടിൽ പോയി ഒരു ഡൈനിങ് ടേബിളിൽ ഒരു സാധനം എടുത്തത് കൊണ്ട് എന്താ ഇപ്പൊ പറ്റുന്നേ? പറയാം, നമ്മുടെ ഭയം എന്നാന്ന് പറയാം. അവരുടെ വസ്തു താഴെ വീണ് പൊട്ടുന്നതല്ല നമ്മുടെ ടെൻഷൻ. കേൾക്കുന്നുണ്ടോ? നമ്മുടെ ടെൻഷൻ എന്താന്ന് ഞാൻ പറയട്ടെ. നമ്മളെക്കുറിച്ച് അവർ മോശമായിട്ട് പറയും. സത്യമാണോ എന്നുള്ളവരൊന്ന് കൈവക്കിക്ക്. എൻ്റെ കൊച്ച് അനുസരണം കെട്ടതാന്ന് അവർ പറഞ്ഞാൽ അത് എൻ്റെ മാനത്തിന് കേടാ. അതുകൊണ്ടാ. അർത്ഥം മനസ്സിലായോ? അപ്പൊ നോക്കി നമ്മുടെ അതൊരു നല്ല കാര്യമാണോന്ന് ചോദിച്ചാൽ നല്ല കാര്യമാ. പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നതിന് ഒരു ബിഹൈൻഡ് ഒരു വേറൊരു അജണ്ടയുണ്ട്. അർത്ഥം മനസ്സിലാകുന്നു? ഞാൻ പറയാം, നമ്മുടെ പ്രാർത്ഥനയുടെ അജണ്ട തന്നെ നമ്മൾ നോക്കണം. ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വീട്ടിൽ പ്രാർത്ഥനയില്ല, പക്ഷെ ചർച്ചിൽ പോയി നല്ലതായിട്ട് പ്രാർത്ഥിക്കും. നല്ലതായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആമയും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എല്ലാവരും ഒന്ന് നോക്കും. എന്തിനാണെന്നറിയോ? അയ്യോ എൻ്റെ പ്രാർത്ഥന ഇന്നത്തെ സൂപ്പറായിരുന്നു ഇന്ന് ആരെങ്കിലും പറഞ്ഞില്ലേ, നമ്മളൊരു PVPക്ക് ഒരു പാട്ട് പാടി, ചർച്ചിൽ പാട്ട് പാടി ഇറങ്ങി വരുമ്പോഴും നമ്മുടെ ചിന്ത ഒരാളെങ്കിലും വന്ന് പറയണമായിരുന്നു നല്ലതാണ്. വീട്ടിൽ വണ്ടിയിലോട്ട് കയറുമ്പോൾ എൻ്റെ ആരും ഒന്നും ഒരു നല്ല വാക്ക് പോലും ആരും, എല്ലാവർക്കും അസൂയാന്നാ തോന്നുന്നു എന്നോട്. അപ്പൊ ശരിക്കും എന്തിനാ പാട്ട് പാടിയത്? എല്ലാരും ഒന്ന് വന്ന് പറയണം. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എല്ലാത്തിന്റെ പിൻപിലും ഒരു അജണ്ടയുണ്ട്. അപ്പൊ കർത്താവ് എന്നോട് പറയാ, മോളെ, ഞാൻ നിന്റെ ഇത്രയും നാളത്തെ ജീവിതത്തെ നോക്കിയപ്പോൾ നീ ചർച്ചിൽ വന്നിരുന്നു, വെള്ളയിട്ടു, കൈയടിച്ചു, പാട്ടുപാടി, ആരാധിച്ചു, സാക്ഷ്യം പറഞ്ഞു. എല്ലാ ചർച്ചിന്റെ ആക്ടിവിറ്റിയിലും ഞാൻ മുന്നിലുണ്ട്. അങ്ങനെ ആണല്ലോ, പാസ്റ്റർമാരുടെ മക്കളെ പിടിച്ച് എല്ലാത്തിനും ഫ്രണ്ടിൽ ഇടുമല്ലോ, പായിടാൻ അല്ലേ, എല്ലാത്തിനും ഞങ്ങളാ മുമ്പില്. അപ്പൊ കർത്താവിനുണ്ടല്ലോ, പക്ഷെ നീ ഇതെല്ലാം ചെയ്തതിന്റെ പിൻപിൽ ഉദ്ദേശമാണ് ഞാൻ നോക്കുന്നത്. പപ്പ പണ്ട് പറയായിരുന്നു, മോനെ ചർച്ചിൽ പായിട്ട പ്രതിഫലം കിട്ടുമെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു പായിട്ട പ്രതിഫലം. ഞാൻ ഓരോ പായിടുമ്പോഴും മേളിലോട്ട് നോക്കിയിട്ട് പറയും, ഇതിനൊക്കെ എഴുതി വെച്ചേക്കണം കേട്ടോ, ഞാൻ അവിടെ വരുമ്പോൾ തരണം. അപ്പൊ ഞാൻ എന്തിനാ പായിടുന്നറിയോ? പ്രതിഫലത്തിന് വേണ്ടി. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ നേരത്തെ ഇത് കർത്താവിനെ അങ്ങോട്ട് ഓർപ്പിക്കുകയും കൂടെ ചെയ്യും. എൻ്റെ കല്യാണമൊക്കെ വൈകിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകൾ ഇപ്പം ഞാൻ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഞാൻ തന്നെ ഇരുന്ന് ചിരിച്ചിട്ട് ചോദിക്കും, കർത്താവ് എന്തൊക്കെ പ്രാർത്ഥനകളാണ് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ തകർന്നിട്ടൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയിൽ എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് പറയാം, കർത്താവിനറിയാമോ എൻ്റെ കല്യാണം ഇപ്പം അങ്ങ് നടത്തുന്നില്ല, കൂടെ വന്ന എല്ലാ വിശ്വാസികളുടെയും മക്കളുടെ കല്യാണം കിടന്നു. അങ്ങനെക്കറിയാലോ, ചർച്ചിന്റെ ബാത്റൂം ആരാ കഴുകിക്കൊണ്ടിരുന്നത്? ഞാനാ. പായിട്ടതാരാ? ഞാനാ. ഈ പായിട്ട് എന്നെ ഓർക്കാതെ പിന്നെ അവരെയൊക്കെ ഓർക്കാൻ പറ്റുമോ? കേൾക്കണം. അപ്പൊ പായിട്ടപ്പോഴും ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ ഓർപ്പിക്കുക. ഞാൻ പായിട്ടത് കൊണ്ട് എൻ്റെ കല്യാണം നടത്തണം. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഉദാഹരണം ഞാൻ എന്തിനിത് പറഞ്ഞു വെച്ചാൽ, എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നത് ഞാൻ എന്തോ പ്രതീക്ഷിച്ചിട്ടാ ഈ മാർഗത്തിൽ വന്നത്, അല്ലെങ്കിൽ ഈ മാർഗത്തിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ പ്രതീക്ഷ തരുന്നിടത്തേക്ക് പോകാൻ എന്തുണ്ട്? പറഞ്ഞോ, ചാൻസ് ഉണ്ട്. ഇന്ന് ഒത്തിരി പേര് ഈ വിശ്വാസം വിട്ടു പോകുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. വിശ്വാസം വിട്ടു പോകാൻ കാരണം എന്നറിയാം? ഞാൻ ഓർത്ത് ഈ സൂം മീറ്റിംഗ് വന്ന് ഇത്രയും നാളെ പ്രാർത്ഥിക്കാൻ വിടുതൽ കിട്ടുന്നുണ്ട്, ഇന്ന് ഒരാളെ ടെസ്റ്റിമണി കിട്ടും, അവരുടെ മോടെ കല്യാണം നടത്തും, എൻ്റെ മോടെ കല്യാണം ഇതുവരെ നടത്തില്ല, ആദ്യ സിസ്റ്റർ ഞാൻ വേറെ ഒരു സൂമിലേക്ക് പോവുക. നിങ്ങളുടെ പ്രാർത്ഥന ശരിയല്ലെന്ന് ചിന്തിക്കാം. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അപ്പം സൂമിന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കാത്തതിൻ്റെ. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്ത വരാം. അപ്പൊ അടുത്തൊരാളെ തേടിപ്പോ ഇതെല്ലാം നമ്മളിൽ വരാം. പക്ഷേ ഇന്റൻഷൻ നോക്കുന്ന കർത്താവ് ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കുക, കേൾപ്പാൻ ചെവിയുള്ളവൻ ഇത് കേൾക്കണം. ഇതൊരു വലിയ മർമ്മമാ കേട്ടോ ഞാൻ ഈ പറയുന്നത്. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം എന്നോട് പറയും, മോളെ ഇതൊക്കെ ചെയ്തതിന് നിന്റെ ഹൃദയത്തിന്റെ ശുദ്ധി. ഇന്ന് ആരാധനയ്ക്ക് പോയിരുന്നപ്പോഴും പാടിയപ്പോഴും മറ്റുള്ളവരുടെ കൈയടിക്കും, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് നല്ലതെന്ന് പറയാൻ വേണ്ടിയാ ചെയ്തു, എൻ്റെ സംതൃപ്തിക്ക് വേണ്ടി അല്ല. അതൊരു സത്യ ദൈവം മക്കളെ. ഞാൻ ഒരു ദൂതും കൂടെ ഒന്ന് കയറി പറയുന്നതിനകത്ത്, നമ്മൾ ചർച്ച ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നവരാണല്ലോ അല്ലേ? പോകാൻ പറ്റാത്തവർ സൂമിലിങ്ങനെ കയറും. നമ്മൾ ചർച്ചിൽ സൺഡേ രാവിലെ എഴുന്നേറ്റ് നല്ലതായിട്ട് കുളിച്ച് ഒരുങ്ങി ചർച്ചിൽ ആരാധനയ്ക്ക് പോകും. ഈ ആരാധന എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും എന്താണെന്നറിയോ? അല്ലെ, ആരാധന എന്നാൽ എന്താന്ന് ചോദിച്ചാൽ ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ, റോമർ 12:1-2. എന്തുവാ?
ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് എങ്ങനെ കൊടുക്കണം? വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാനാണ് നമ്മൾ എവിടെ പോകുന്നത്? ആലയത്തിലേക്ക് പോകുന്നു. ആണോ അല്ലയോ? ആരാധന ശരിക്കും അതാണോ നമ്മുടെ ആലയത്തിൽ നടക്കുന്നത്? നമ്മൾ സമർപ്പിച്ചോ? ആരാധന എന്നാൽ എന്ത്? എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും. ജീവൻ ഉണ്ടാവണം. അത് ശരിയാ സിസ്റ്റർ, ജീവനുണ്ട്. ആ, അത് കറക്റ്റ് പോയിന്റ്. ആ പോയിന്റിൽ ഞാൻ ഉണ്ട്. ജീവനുണ്ടല്ലോ, കണ്ട, ഞാൻ നടന്നു, ഇരുന്നു, അവിടെ ചെന്നു, ഇരുന്നു, ജീവനുണ്ട്. നെക്സ്റ്റ് എന്താ പോയിന്റ്? വിശുദ്ധി. അയ്യോ, വിശുദ്ധി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ മെസ്സേജ് പറയാതിരുന്നപ്പോൾ വെള്ളം ഇട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധിയുണ്ട്. മൂന്നാമത്തെ എന്താ? ദൈവത്തിന് പ്രസാദം. അയ്യോ, ദൈവത്തിന് ഉറപ്പായിട്ടും പ്രസാദമുള്ള കാര്യം ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളങ്ങ് ചിന്തിക്കുക, അവിടെ പോയിരുന്നു സമർപ്പിക്കുക, ആരാധന കഴിഞ്ഞ് തിരിച്ചു വന്നു. നമ്മൾ വണ്ടിയിലോട്ട് കയറി അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ നമ്മൾ ഇരുന്നൊരു വിലയുണ്ട് ഇന്നത്തെ ആരാധനയ്ക്ക്. എങ്ങനെ അറിയാം? ഇപ്പം അച്ചായനുണ്ടെങ്കിൽ, അച്ഛാ ഇന്നത്തെ ആരാധന സൂപ്പർ ആയിരുന്നു അല്ലേ? എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്തോ? ഇന്ന് ഭയങ്കര ഒരു ആത്മാന്തരീക്ഷം ഉണ്ടാകും. ചിലർ വണ്ടിയെ കയറിയിട്ട് പറയും, ഇന്നത്തെ മെസ്സേജ് എന്നാ മെസ്സേജായിരുന്നു, ഇന്നാണ് കുറേ ദിവസം കൂടി ഒന്ന് ആരാധിച്ച്, ഇന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനം ചർച്ചിലുണ്ടാകും. ചില ഞായറാഴ്ച പറയും, ഇന്ന് അത്രയും ഒരു ഗുമ്മില്ലായിരുന്നു ആരാധനയ്ക്ക്. അത് ആ കീബോർഡിന്റെ താളം തെറ്റിയതാ പ്രശ്നമായത്. ആ കരണ്ട് പോയതോടെ അന്തരീക്ഷം ഒന്ന് മാറി. ഇതെല്ലാം നമ്മൾ പറയുന്ന കമന്റുകളാണ് കേട്ടോ. പറഞ്ഞിട്ടുള്ളവർക്ക് അനുഭവം മനസ്സിലാവും. ഇതെല്ലാം പറഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. എൻ്റെ ചോദ്യം ഇതാ, ആരാധന ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ ആണോ? ആ ആരാധന നല്ലതാണെന്ന് ഞാനാണോ പറയേണ്ടത്? ദൈവമാണോ പറയേണ്ടത്? അർത്ഥം മനസ്സിലായില്ലെങ്കിൽ എക്സാമ്പിൾ പറയാം, മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. ഞാൻ ഓരോ വാക്കും പറയട്ടെ, ഓരോ എക്സാമ്പിൾ പറഞ്ഞ അത്രയ്ക്ക് ഇന്ന് ആ വചന ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഒന്ന് കയറണം. ആരാധന ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. ആ ആരാധന നല്ലതാന്ന് ആരാ പറയണ്ടേ? ദൈവ പറയണ്ടേ. ഇന്ന് വരെ ദൈവം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ആരാധന നല്ലതാണ്? ഇനി ഞങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ? ഇന്ന് വരെ ഞങ്ങൾ ചോദിച്ചിട്ടില്ല ആരാധന സൂപ്പറായിരുന്നു. ആകെ ഞാൻ തന്നെ അങ്ങ് പറയും ആരാധന സൂപ്പറായിരുന്നു. ചിലപ്പം ഇതിനകത്ത് കൂടുതൽ ആന്റിമാരായതുകൊണ്ട്, ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുന്നവരെ ഞാൻ കാണുന്നുള്ളൂ കേട്ടോ, അല്ലാത്തവരെ ഞാൻ കാണുന്നില്ല. പുരുഷന്മാരില്ലെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ആന്റിമാരെ സിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ്, കൂടുതൽ സിസ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ട്. ഞാൻ പറയും, നിങ്ങൾ എല്ലാവരും കുക്ക് ചെയ്യുന്നവരാണല്ലോ, ഒരു കാപ്പിയെങ്കിലും ഇടുന്നവരാണല്ലോ. നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പമുണ്ട്, എനിക്കും ഉണ്ട് കേട്ടോ കുഴപ്പം. ഞാൻ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഏറ്റവും സൂപ്പറായിട്ട് എൻ്റെ കാപ്പി സൂപ്പറാണ്. ഇപ്പം ഞാൻ നല്ല സൂപ്പറായിട്ട് കാപ്പി ഇടും, അല്ലെ ചായ ഇട്ടു. ഇപ്പോൾ സൂസൻ ആൻറ്റി എൻ്റെ വീട്ടിൽ വരിക, ഞാൻ സൂസൻ ആൻറ്റിക്ക് ഒരു കാപ്പി കൊടുത്തിട്ട് പറയാം, ആൻറ്റി കുടിക്കും, എൻ്റെ കാപ്പി സൂപ്പറാണ് കേട്ടോ. എല്ലാവരും പറയും എൻ്റെ കാപ്പി അടിപൊളിയാണ്. ആൻറ്റി കുടിച്ചിട്ട് അഭിപ്രായം പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞു എൻ്റെ കാപ്പി സൂപ്പറാണ്. എന്നിട്ട് ആൻറ്റി കുടിച്ചിട്ട് മോശമാണെന്ന് പറയൂ? ഇഷ്ടമല്ലേലും കടുപ്പം കൂടി ചിലപ്പോൾ ആൻറ്റിയുടെ ഒരു രീതിയല്ല, അപ്പം ആൻറ്റി എന്നെ നോക്കും, കൊള്ളാം മോളെ. കുടിച്ചിട്ട് ആൻറ്റി പോയി. ഇപ്പം ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ പറയാം, സൂസൻ ആൻറ്റി എൻ്റെ വീട്ടിൽ വന്നായിരുന്നു, ഞാൻ നല്ല സൂപ്പർ കാപ്പി ഇട്ടിട്ട് കൊടുത്തു, ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടു. കേൾക്കണേ, ശരിക്കും സൂസൻ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടോ, സൂസൻ ആൻറ്റി അത് കുടിച്ച് ആസ്വദിച്ചോ എന്ന് ആരാ ശരിക്കും പറയേണ്ടെന്നറിയാം? എൻ്റെ കാപ്പി സൂപ്പറാന്ന് ഞാനല്ല പറയേണ്ടത്. ഒരു കാപ്പി സൂപ്പറാന്ന് ആരാ പറയേണ്ടത്? കുടിച്ചത് ആസ്വദിച്ച ആളാ പറയേണ്ടത്. നമ്മുടെ പെന്തക്കോസ്ത് ഗോളത്തിന് വന്നു പോയി ഏറ്റവും വലിയ പരാജയം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാധന കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളാ പറയുന്ന ഇന്നത്തെ ആരാധന സൂപ്പറായിരുന്നു. നമ്മൾ ഇരുന്ന് മാർക്കിടുക, ജഡ്ജസാ. ഇന്നത്തെ പാസ്റ്റർ മെസ്സേജ് സൂപ്പറായിരുന്നു, ഇന്നത്തെ പാസ്റ്റർ അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു, ഇന്നത്തെ ആരാധന കൊള്ളായിരുന്നു, ഇന്നത്തെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം കൊള്ളായിരുന്നു. നമ്മൾ മാർക്കിട്ടുകൊണ്ടിരിക്കുക. മോളി ഇരുന്ന് ദൈവം പറയുക, മോളെ എൻ്റെ മാർക്കിടിയിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ പാട്ടിന്റെ താളത്തിനല്ല മാർക്കിടുന്നത്, ഞാൻ എത്ര നേരം നീ അന്യഭാഷ പറഞ്ഞെന്നുള്ള നല്ല മാർക്ക് ഇട്ടുകൊണ്ടിരുന്നത്. എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ മാർക്കിടുന്നത് നിന്നിൽ ആദ്യം മാർക്കിടുന്നത്. മനസ്സിലാവുന്നത്? എവിടെയാ അത് എഴുതിയേക്കുന്നത്? ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. ആദ്യം എനിക്ക് പ്രസാദിക്കേണ്ടത് നിന്നില, എന്റെ നീട്ടിയ അന്യഭാഷയിലല്ല, ഞാൻ എത്ര നേരം കൈ അടിച്ചു എന്നുള്ളതിലല്ല, ഞാൻ ഇട്ടുകൊണ്ട് വന്ന വസ്ത്രത്തിന്റെ വിലയിലല്ല, ഞാൻ ഇരുന്ന ഇരിപ്പിന്റെ മഹിമയിലല്ല, ഫ്രണ്ട് റോയിൽ ഇരുന്നത് കൊണ്ടല്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്?
ചർച്ചിൽ വന്നിരുന്നത് തന്നെ വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, കർത്താവ് പറയാ, ഞാൻ പ്രസാദിക്കുന്ന ആദ്യം നിന്നിൽ. ഈ നിന്നിലെന്ന് ഉദ്ദേശിക്കുന്ന എന്നതാ? പുറമെയുള്ള ബാഹ്യ പ്രകടനങ്ങളിൽ അല്ല. കർത്താവ് പറയാ, ഞാൻ നോക്കുന്നത് ഹൃദയത്തിന്റെ അന്തർഭാഗം. ചർച്ചിൽ വന്ന ആ സീറ്റയിൽ ഇരിക്കുമ്പോൾ നീ ഏതു മനോഭാവത്തോടാ വന്നിരിക്കുന്നത്? പകയുണ്ടോ? വിദ്വേഷമുണ്ടോ? ജാരശങ്കയുണ്ടോ? കോപം, ക്രോധം, ഈർഷ്യ, ഇതെല്ലാം ഉള്ളിൽ വെച്ചോണ്ട് വന്നിരുന്ന് ചർച്ചിൽ ആരാധിക്കുമ്പോൾ കർത്താവ് പറയുക, ഞാൻ പ്രസാദിച്ചിട്ടില്ല. ഉള്ളിൽ മറ്റൊരാളോട് പക വെച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. അങ്ങനെ ആരാധിച്ചൊരു വ്യക്തി ബൈബിളിലുണ്ട്. ആരാന്നറിയോ? കയീൻ. ശരിക്കും കയീന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കാത്തതിന്റെ മെയിൻ കാരണം എന്നാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? കയീൻ ദൈവസന്നിധി വന്ന് ആരാധിക്കാൻ ഇരുന്നതേ കോമ്പറ്റീഷൻ മൈൻഡോടാ. നീ ഒരു ആടിനെയൊക്കെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു, ഞാൻ കൊണ്ടുവന്നുണ്ട്, നിനക്ക് ഒരാടേ ഉള്ളൂ, എനിക്ക് എത്ര ചേനയുണ്ടെന്നറിയോ? നീ ഒരാടിനെ പിടിച്ചോണ്ട് നിന്റെ യാഗപീഠത്തെ കിടത്താനുള്ള ഒരു ആട്. എന്റെ യാഗപീഠം നീ ഒന്ന് നോക്കിക്ക്, ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ എത്ര ചേനയാ, എത്ര കാച്ചില, എത്ര പടവലങ്ങ. എന്റെ പടവലങ്ങയുടെ ഒക്കെ നീളം കണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടെന്നോ? മനസ്സിലാവുന്നുണ്ടോ? ഊത് കയറുന്നുണ്ടോ തലയ്ക്കകത്തോട്ട്? നീ 5 മിനിറ്റ് ആയപ്പോ ആരാധന നിർത്തിയപ്പോ കണ്ടോ? എന്റെ ആരാധന ഇപ്പോഴും തീർന്നിട്ടില്ല. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറയാ, മോനെ ശരിയാ, നീ നോക്കുമ്പോൾ അതിന്റെ അളവും എത്ര ചെയ്തു എന്നുള്ളതൊക്കെ കാണിക്കുമ്പോൾ ഞാൻ നോക്കിയത് നിന്റെ ഹൃദയം എവിടാന്നാ. തൊട്ടടുത്തിരിക്കുന്ന സഹോദരനോട് മത്സര ബുദ്ധിയോടുകൂടെ, ഇഷ്ടക്കേടോടുകൂടെ, അല്ലെങ്കിൽ എന്നിലാണോ അവനിലാണോ പ്രസാദിക്കുന്നെന്നുള്ള മനോഭാവത്തോടെ വന്നിരുന്നപ്പോഴേ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്റെ ആരാധന വേണ്ട. ദൈവമക്കളെ, ചർച്ചിൽ ചെന്നിരിക്കും. ആരാധന എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഞായറാഴ്ച ചെയ്യുന്നതല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനയാ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തോത്രം പറഞ്ഞ് കേറുമ്പോ ഓർത്തോണം, ആരാധിക്കാനാ കയറിയിരിക്കുന്നത്. എന്നിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എന്റെ സ്തോത്രത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എന്നിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എന്നിൽ പ്രസാദിച്ചു കഴിഞ്ഞാലേ എന്റെ പ്രസംഗത്തിൽ ദൈവം പ്രസാദിക്കത്തുള്ളൂ. അല്ലാതെ പ്രസംഗം കൊണ്ടല്ല ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട. അർത്ഥം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാനൊന്ന് പറയുക, എല്ലാവരുടെ ഹൃദയത്തിനകത്തോ അല്ലെങ്കിൽ ബുക്കിൽ എഴുതിയിട്, കർത്താവേ, എന്റെ പാട്ടുകൊണ്ടോ എന്റെ പ്രസംഗം കൊണ്ടോ അല്ല ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഉദാഹരണം പറയാം. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അതില് എന്റെ ആദ്യത്തെ 2 മക്കൾ ഇച്ചിരി പ്രായമുള്ളവർ, ഏറ്റവും ഇളയ 1.5 വയസ്സേ ഉള്ളൂ. അപ്പൊ എന്റെ രണ്ടാമത്തെ മോനുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞിട്ട്, അതായത് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്, പുള്ളി എന്ത് ചെയ്യുന്നറിയോ? എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള സാധനമായിട്ട് വരുവേ. എന്നിട്ട് എൻ്റെ അടുക്ക് വന്ന് ഇങ്ങനെ ഉരുമി, 5 വയസ്സേ ഉള്ളൂ, ഇങ്ങനെ വന്ന് ഉരുമി. പിള്ളേരുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, അമ്മമാർക്ക്. ഇങ്ങനെ ഉരുമി നിൽക്കും. എന്നിട്ടുണ്ടല്ലോ, എനിക്കിഷ്ടമുള്ള ചോക്ലേറ്റോ എന്തെങ്കിലും എനിക്ക് വന്നിട്ട് ഉമ്മയൊക്കെ തരും. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, അപ്പോഴത്തേന് ഞാനങ്ങ് അലിഞ്ഞു പോകും. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ഞാൻ ചോദിക്കും, എന്തിനാ സോപ്പ് ഇടുന്നത്? സത്യം പറ. ശരിക്കും അവ സോപ്പ് ഇട്ട് ഈ ഗിഫ്റ്റ് തരുന്നത് എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ പെട്ടെന്ന്, മമ്മ ഞാൻ വല്ലതും ചെയ്യണോ, വല്ല ഹെൽപ്പും വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനോ, കർത്താവേ, എൻ്റെ കൊച്ചിന് എന്തൊരു സ്നേഹമാണ് എന്നോട്. മമ്മ ഞാൻ റൂം വൃത്തിയാക്കി തരാമെന്ന്. എന്നിട്ട് പെട്ടെന്ന് പോയി റൂമൊക്കെ വൃത്തിയാക്കും. റൂം വൃത്തിയാക്കി ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും ഞാൻ അറിയുന്നത് ഇവൻ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടോ. അപ്പൊ ഞാൻ ഇവനെ അടിക്കാൻ പിടിക്കും. ഇവൻ അടുത്ത വായിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, മമ്മ എന്തുവാ മമ്മ എന്നെ അടിക്കുന്നത്? ഞാനല്ലേ ഇന്ന് മമ്മയ്ക്ക് റൂം വൃത്തിയാക്കി തന്നെ. ഇപ്പൊ ഞാൻ ചോദിക്കും, നീ എന്തിനാ റൂം വൃത്തിയാക്കി തന്നെ? കേൾക്കണ കൊച്ചു പിള്ളേരല്ലേ, മനസ്സിൽ നിഷ്കളങ്കമല്ല, അവർക്കറിയാം. അത് മമ്മി എന്നെ അടിക്കാതിരിക്കാനാണ് ഞാൻ ആദ്യമേ കയറി റൂം വൃത്തിയാക്കി. അപ്പൊ അർത്ഥം എന്നാന്ന് മനസ്സിലായോ? ഞാൻ പാപം ചെയ്തിട്ടാ ഇരിക്കുന്നേ, പക്ഷെ എന്റെ പാട്ടുകൊണ്ട്, എന്റെ ആരാധന കൊണ്ട് ഞാൻ അങ്ങ് ശ്രമിക്കുക പാപത്തെ അങ്ങ് മറച്ചിട്ട് കർത്താവിനെ അങ്ങ് സോപ്പിടാൻ. ആ സോപ്പിടിയിൽ കർത്താവിന്റെ സന്നിധി നടക്കത്തില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം ക്ലിയർ ആയിട്ട് പറയുക. ചിലരുടെ ആരാധന ദൈവത്തിന് ഇങ്ങനെയാ തോന്നുന്നത്. എവിടെ എഴുതിയേക്കുന്നത്? സങ്കീർത്തനങ്ങൾ 51 മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ആരും അത് പഴയ നിയമമാണെന്നോർത്ത് തള്ളിക്കളയരുത് കേട്ടോ. പഴയ നിയമത്തിലെയാ, ദാവീദിന്റെ, അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. ദാവീദ് പറയുക, പാപം ചെയ്തിട്ട് വന്നിരുന്ന് ദാവീദ് ഹനനയാഗോ ഭോജനയാഗോ കഴിയുക. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹനനയാഗത്തിന് ഹോമയാഗത്തിൽ ദൈവത്തിന് ഒട്ടും പ്രസാദമില്ല എന്ന് വെച്ചാൽ പാപം ചെയ്തിട്ടും ദാവീദ് ആരാധിക്കുന്നുണ്ടായിരുന്നെന്ന് അതിന്റെ അർത്ഥം. മനസ്സിലായോ? 51 സങ്കീർത്തനം ഇരുത്തി വായിച്ചാൽ മനസ്സിലാവും. പാപം ചെയ്തിട്ടും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു?
ആരാധനയ്ക്ക് മുടക്കമൊന്നും വന്നില്ലല്ലോ, ആരാധിക്കുന്നുണ്ടായിരുന്നു. എല്ലാ സൂം മീറ്റിങ്ങിനും കയറുന്നുണ്ടായിരുന്നു, എല്ലാ സൂം മീറ്റിങ്ങിലും ആരാധിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന്റെ പിൻപിൽ ഉദ്ദേശം, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ആരാധന അത് പ്രാപിച്ച ആള് വേണം പറയണം, മോളെ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, എന്റെ ആരാധന എനിക്ക് സന്തോഷമായി, നീ എന്നെ ഹൃദയപൂർവ്വ പരമാർത്ഥതയോടെ ആരാധിച്ചെന്ന് കർത്താവാ സാക്ഷ്യം പറയേണ്ടത്. ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, 30ാമത്തെ വയസ്സിൽ ആ റെവലേഷൻ എന്റെ തലയ്ക്കകത്ത് കയറിയത്. അന്നുവരെ 30 വയസ്സ് വരെ ഞാൻ ദൈവസന്നിധി ചെയ്തൊരു കാര്യം ഇങ്ങനെ, ആരാധന കഴിഞ്ഞിട്ട് വന്നിട്ട്, കർത്താവ് ഇന്നത്തെ ആരാധന നല്ലതായിരുന്നു കേട്ടോ, എന്നോട് സംസാരിച്ചതിന് നന്ദി, എനിക്കിഷ്ടപ്പെട്ടു ഇന്നത്തെ ആരാധന. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ചോദ്യം, ഓരോ മീറ്റിങ്ങിലും അല്ല ഇന്നത്തെ മെസ്സേജ് കഴിഞ്ഞിരിക്കുമ്പോഴും ഞാൻ ആദ്യം അപ്പയോട് ചോദിക്കും, അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കാരണം എന്നറിയോ, അപ്പനാ പറയേണ്ടത്, അത് ആസ്വദിച്ചിട്ട്, എൻ്റെ ആരാധന ആസ്വദിച്ചിട്ട് പറയണം, യെസ് മോളെ. പക്ഷെ ആരാധിക്കുന്ന രീതിയേക്കാൾ ഉപരി കർത്താവ് ആദ്യം ആസ്വദിച്ചത് എന്താ? എൻ്റെ നിഷ്കളങ്കമായ നീതിയുള്ള ഹൃദയത്തെ ദൈവം നോക്കുന്നത്. ഈ ബിഹൈൻഡ് ദ സീൻ, അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പിറകിലെ ഉദ്ദേശശുദ്ധി ദൈവം നോക്കും. അതുകൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് ഈ ദൂതിനകത്ത് നിന്നോട് തന്നെ പെട്ടെന്ന് ഞാൻ കുറച്ച് പോയിന്റുകൾ നിങ്ങളോടൊന്ന് പറയാം. പലപ്പോഴും നമ്മൾ നിങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്കാണല്ലോ കൂടിയിരിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് കൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, ഈ പ്രാർത്ഥനയിൽ ഒരു സത്യമുണ്ട്, ഉണ്ടാവണം. ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈ പൊക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ, കാരണം ഇത് സൂം ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് ഈ സൂമിൽ ഏകദേശം 83 ഡിവൈസസ് ഉണ്ട്, ഇപ്പൊ 82 ഡിവൈസസ്. ഈ 82 ഡിവൈസസിലുള്ളവരോട് ഞാൻ ദൈവാത്മാവിൽ ഒരു ചോദ്യം ചോദിക്കാം, നമ്മുടെ പ്രാർത്ഥന സത്യമുള്ള പ്രാർത്ഥനയാണോ? നമ്മൾ പറയാം അതെ. എന്താ ഈ സത്യമുള്ള പ്രാർത്ഥന നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്തോ നമ്മൾ ഈ സത്യം ഉണ്ടെന്ന് നമ്മൾ പറയാൻ കാരണം എന്നാ? നമ്മുടെ വിഷയം സത്യമാണ്. ഇപ്പൊ കുഞ്ഞിന്റെ കല്യാണം നടക്കണം, സത്യ സിസ്റ്റർ എന്റെ കുഞ്ഞിന്റെ കല്യാണം നടക്കണം, അതിനകത്ത് എന്തോ ഇപ്പൊ കപടത ഒന്നുമില്ല, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കും. ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ഈ കപട പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, അതും കൂടെ ഇന്ന് പറയണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാം, അതുകൊണ്ട് പറയുക. ഇതും ആത്മീയകോളത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയിൽ സത്യമില്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ മറുപടി വൈകും. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ദൈവം എന്നെ മാനസാന്തരപ്പെടുത്തി ആ ഒരു വഴികളിൽ പഠിപ്പിച്ചതൊക്കെ കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചൊരു കാര്യം, ശരിക്കും നീ നിന്റെ ഭർത്താവ് ഒരു ആത്മീയനല്ലെന്ന് ചിന്തിക്കുകയും നീ ആത്മീയ എന്ന് ചിന്തിക്കുകയും നീ എൻ്റെ സന്നിധി വന്ന് പീറ്റേഴ്സന്റെ ഒരു, ഞാൻ പ്രാർത്ഥിക്കുന്ന വാക്കിത്, കർത്താവ് എൻ്റെ അച്ഛനെ മാനസാന്തരപ്പെടുത്തണം. എന്തുവാ ഞാൻ ഉദ്ദേശിക്കുന്ന മാനസാന്തരം? വാക്ക് കേൾക്കുന്നുണ്ടോ? വാക്കാ ഞാൻ പറയുന്നത്, പ്രാർത്ഥനയിലെ സത്യം. എന്താ ഈ മാനസാന്തരം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരാളിപ്പോ കേൾക്കോ പീറ്റേഴ്സ് മാനസാന്തരം, പീറ്റേഴ്സ് മാനസാന്തരപ്പെടുത്ത ആളാണോ അക്സ കല്യാണം കഴിച്ചെന്ന് ഉടനെ ചിന്തിക്കും അല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന എന്നാ, എൻ്റെ അച്ഛൻ, ഞാൻ 1 മണിക്കൂർ ഇരിക്കുകയാണ്, അച്ഛൻ 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ബൈബിൾ വായിക്കണം, ഇതാണ്. പക്ഷെ ഇത് കാണാത്തതുകൊണ്ട് എൻ്റെ വിചാരം അച്ഛൻ ആത്മീയല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന സാക്ഷിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കപടതകളൊക്കെ കർത്താവ് ഓരോന്നെടുത്ത് കാണിക്കുക, നീ ഇങ്ങനത്തെ കാര്യാ. ഞാൻ പറയാം, എന്നെ മാനസാന്തരപ്പെടുത്തിയ വാക്യം 1 പത്രോസ് 2-ന്റെ 1-2 വാക്യാട്ടോ, എൻ്റെ ബൈബിളിലെ ഫേവറേറ്റ് വാക്യ. 1 പത്രോസ് 2-ന്റെ 1-2 ആകിയാൽ നിങ്ങളിലെ ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളയണം. അപ്പൊ ഇതെല്ലാം ഉണ്ടായിരുന്ന ആളാ ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം അക്സയുടെ ഉള്ളിലുണ്ട്, പക്ഷെ വെള്ളയിട്ട് ചർച്ച വന്നിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അക്സയുടെ ആരാധന ഒന്നും ദൈവം എന്ത് ചെയ്തിട്ടില്ലായിരുന്നാ പറഞ്ഞതിന്റെ അർത്ഥം, പ്രസാദിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 7 വയസ്സുള്ളൊരു കൊച്ചാ, 7 വയസ്സായിട്ടുള്ളൂ, കർത്താവിൽ വളർന്നു വരുന്നതേ ഉള്ളൂ, ഇപ്പോഴും വളർന്നിട്ടില്ല, വളർന്നുകൊണ്ടിരിക്കുക. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇതുവരെ ജീവിച്ചത് ഒരു കപട ലോകത്തിന്റെ ഒരു കപട ചിന്താഗതിയിൽ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പോകുന്നിടത്തെല്ലാം ഈ കപടതയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. കാരണം ഇത് സത്യം, ഇത് അറിയണം, ചെവിയുള്ളവൻ ഇത് കേട്ട് സത്യം മനസ്സിലാക്കണം, ഇല്ലേ പോകത്തില്ല കർത്താവിന്റെ വരവെങ്കിൽ, പോകത്തില്ല കർത്താവിന്റെ വരവ്. പക്ഷെ എന്റെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതുകൂടെ ഞാൻ പറയുവാണേ. പറയുന്നുണ്ടൊന്നും തോന്നില്ലേ? കല്യാണം നടന്നില്ലേ സിസ്റ്റർ? പിന്നെ കല്യാണം നടന്നു. അമേരിക്കയിൽ എത്തിയില്ലേ? പിന്നെ അമേരിക്കയിലെത്തി. അപ്പൊ എന്റെ വിചാരം എന്നാന്നറിയോ, എന്റെ വിശ്വസ്തത കൊണ്ട്, എന്റെ പ്രാർത്ഥന കൊണ്ട്, എന്റെ ഉപവാസം കൊണ്ട് അല്ല കേട്ടോ. ഇന്ന സത്യം ഞാൻ പറയുക, അതുകൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാ സിസ്റ്ററെ? ദൈവത്തിന് എന്നോടുള്ള വിശ്വസ്തത കൊണ്ട്. അത് എന്നോടുള്ളതുമല്ല, ഞാൻ പറയാം എൻ്റെ മമ്മിയോടുള്ള വിശ്വസ്തത കൊണ്ട്. അതാണ് അതിന്റെ സത്യം. അർത്ഥം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടെ കൂട്ടി പറഞ്ഞാൽ,
നമ്മുടെ വിശുദ്ധിയും നമ്മുടെ ഭയങ്കര പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് നമ്മുടെ എല്ലാ മറുപടികളും കിട്ടിയിരിക്കുന്നതെങ്കിൽ, അപ്പൊ അതില്ലാത്തവർക്ക് എന്ത് ചെയ്യരുത്? മറുപടി കൊടുക്കരുത്. അപ്പൊ ബൈബിളിൽ ഒരു വാക്യം നിങ്ങൾ തിരുത്തണം. അവൻ ദുഷ്ടനും നീതിമാനും ഒരുപോലെ മഴ കൊടുക്കുന്നു. ഇന്നിവിടെ ഇപ്പൊ മഴ പെയ്യുക, എൻ്റെ വീടിന്റെ മേളിൽ മാത്രമാണോ എനിക്ക് മഴ കിട്ടുന്നത്? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവൻ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരത്തെ എത്തിച്ചു കൊടുക്കുന്നു. ഞാൻ ഈ കരയുന്ന കാക്കക്കുഞ്ഞ് എന്നുള്ള വാക്യം വായിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കും, കർത്താവ് അങ്ങനെ വിശുദ്ധിയും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിശുദ്ധി നോക്കും കേട്ടോ, പ്രാർത്ഥന വിഷയം, അതൊക്കെ ഞാൻ പറയാം, അതൊക്കെ ഒത്തിരി മീനിങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ അതിനെ തെറ്റിദ്ധരിക്കും. അപ്പൊ സിസ്റ്റർ പറയുന്നത് എന്തുവാ, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ ഉള്ളിൽ അല്ല, പാപം മറിഞ്ഞു കിടക്കും. ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഓരോ പാപങ്ങൾ മറിഞ്ഞു കിടക്കും. പക്ഷെ ചില പ്രാർത്ഥനകളിൽ ദൈവം പിടിക്കുന്നത് വൈകിക്കുന്നത് നമ്മളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനും കൂടെ. അർത്ഥം മനസ്സിലാവുന്നുണ്ട്? പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നതിന്റെ ഒരു കാരണം ചില പാപങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട്, അത് നമ്മളെ ഒന്ന് കാണിച്ചു തരും, നമ്മളെ വിശുദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരും. പക്ഷെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ, ഈ കരയുന്ന കാര്യങ്ങൾ അതിന്റെ ആഹാരത്തെ എത്തിച്ചു കൊടുക്കുന്നുള്ള പ്രാർത്ഥന ഞാൻ ഓർത്തിട്ടുണ്ട്. കർത്താവെ, മിക്കവാറും അത് ഏലിയാവിന് കൊടുത്ത കാക്കയുടെ വംശജരായിരിക്കാം. ഏതാ? കർത്താവിന് വേണ്ടി നിന്ന അല്ലെ ഫാമിലിയാ കാക്ക, അവർക്കായിരിക്കും. അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? അല്ല, എല്ലാ കാക്കയ്ക്കും കൊടുക്കും, മറ്റുള്ളവരെ കടിച്ചു കീറുന്ന സിംഹത്തിനും കൊടുക്കും, ബാലസിംഹങ്ങൾക്കും കൊടുക്കുന്നുണ്ട്, എല്ലാ മൃഗങ്ങൾക്കും കർത്താവ് കൊടുക്കുന്നുണ്ട്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഉറുമ്പിന് വരെ കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ദുഷ്ടന്റെ വീടിന്റെ മേളിലും നീതിമാന്റെ വീടിന്റെ മേളിലും ഒരുപോലെ മഴ തരുന്നുണ്ട്. ആരെയും ദൈവം വേർതിരിച്ച്, കാരണം എന്താ പറയുക, സർവ്വജടത്തിന്റെയും ദൈവമായ എന്റെ ദൈവം. നമ്മുടെ ചിന്ത പെന്തിക്കോസ്തുകാരുടെ മാത്രം ദൈവ കർത്താവ് എന്നല്ല, സർവ്വജടത്തിന്റെയും ദൈവമാണ് എന്റെ ദൈവം, മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും. അതുകൊണ്ട് ആരെങ്കിലും, കഴിഞ്ഞിടയ്ക്ക് ഒരു സിസ്റ്ററെ ടെസ്റ്റിമണി ആയിട്ട് പറയും, പുള്ളിക്കാരി മുസ്ലിം, പുള്ളിക്കാരി പറഞ്ഞൊരു വാക്കുണ്ട്, പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പം, എന്തോ ഒരു വിഷയത്തിന് നടുവിൽ ഇറക്കി വിട്ടപ്പോൾ കടമൊക്കെ വന്ന് പുള്ളിക്കാരി വീടിന്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി എന്നിട്ട് കൈ ഉയർത്തി ചോദിച്ചു, ജീവനുള്ള ദൈവം എവിടെയെങ്കിലും ഉണ്ട്, എനിക്ക് മുമ്പിൽ ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഒരു ദൈവശബ്ദം കേൾക്കുക, കർത്താവിന്റെ ശബ്ദം, ഞാനുണ്ടെന്ന് എന്നെ സ്നേഹിക്കാൻ. അപ്പൊ എല്ലാവരുടെയും ദൈവം നമ്മുടെ കർത്താവ് എല്ലാവരുടെയും കരച്ചിൽ കാണുന്നുണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അവരെ ദൈവത്തിലേക്ക് നയിക്കാൻ ചിലപ്പോൾ കഷ്ടത അനുവദിക്കും, കഷ്ടതയിലെ ദൈവത്തിലേക്ക് തിരിയത്തുള്ളൂ. അത് ഒരു പോയിന്റ്. ഇനി ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് പറയും. പ്രാർത്ഥനയിൽ എന്നോട് ദൈവാത്മ ഇടപെട്ടത്. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറയാം, മോളെ, നിന്റെ ഹൃദയത്തിൽ കപടതയുണ്ട്, നീ ഒരു കപടഭക്തിക്കാരിയാണ്, നീയാ മാനസാന്തരപ്പെടേണ്ടത്. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പരിശുദ്ധാത്മാ പറഞ്ഞ സാക്ഷ്യം കേൾക്കണോ, ഇതാ സാക്ഷാൽ ഇസ്രായേലിന്, ഇവനിൽ കപടമില്ലെന്ന്. ദൈവമേ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പൊ കർത്താവ് പറയാ, നീ ഇരിക്കുന്ന പോലെ അവൻ ഇരിക്കാറില്ല, നീ പ്രാർത്ഥിക്കുന്ന പോലെ അവൻ പ്രാർത്ഥിക്കാറില്ല. ശരിയാ, നീ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഉള്ളു നിറച്ചെന്നതാ കപടതയ, ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ. പക്ഷെ പീറ്റർസന്റെ പ്രത്യേകത എന്നറിയോ, അവൻ ചിലപ്പോൾ നീ ഇരിക്കുന്ന പോലെ 1 മണിക്കൂർ തോന്നും, പക്ഷെ അവൻ വണ്ടി ഇരുന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ചാച്ചൻ ആരെയും കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ബൈബിൾ വായിക്കുന്നത് ഇഷ്ടമല്ല, അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. പുള്ളി എന്നും രാവിലെ പുറത്ത് പോകുന്നതാണ്. അപ്പൊ എന്റെ വിചാരം ഞാൻ ജിമ്മിൽ പോകാന്നൊക്കെ പറഞ്ഞു പോകും. എന്റെ വിചാരം അങ്ങനെയല്ല, തൊട്ടടുത്തുള്ള പാർക്കിൽ പോയിരുന്ന പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ബൈബിളും വായിക്കുന്നുണ്ട്, പേഴ്സണലി പ്രാർത്ഥിക്കുന്നുണ്ട്, വീട്ടിലിരുന്ന് എല്ലാരെയും കാണിച്ചുകൊണ്ട് ചെയ്യുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. ഞാൻ അറിയുന്നുണ്ടോ ഇത്? എന്നിട്ട് കർത്താവ് പറയാ, പുള്ളിയുടെ ഉള്ളിൽ ദുഷ്ടതയില്ല, സത്യം എന്നോണ പറയത്തില്ല, പക്ഷെ ഞാനെല്ലാം നുണയാ പറയുന്നത്. ഈ നുണ പറയത്തില്ലെന്ന് നമ്മളൊക്കെ ചിന്തിക്കും അല്ലേ, പക്ഷെ നമ്മൾ വാ തുറന്ന എല്ലാം നുണയാ പറയുന്നത്. എന്റെ നുണ സ്വഭാവം മാറ്റി തന്ന എന്റെ ഹസ്ബൻഡാ. അപ്പൊ നിങ്ങൾ ഓർക്കും, അയ്യോ അക്സ സിസ്റ്റർ നുണച്ചിയായിരുന്നു. നുണച്ചിയ, എനിക്കത് പറയുന്നതിന് ഒരു ലജ്ജയില്ല. എന്താ നുണ? വാ തുറന്ന നമ്മൾ നുണയാ പറയുന്നുള്ള തെളിവ് പറയട്ടെ. ഒന്നാമത്തെ നുണ പറഞ്ഞു തരട്ടെ, എന്റെ നുണ മാറ്റി തന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കാപ്പിയുടെ കാര്യം പറഞ്ഞില്ല, ഇപ്പൊ സൂസനാന്റിയുടെ വീട്ടിൽ ഞാൻ ഉദാഹരണം പറയട്ടോ, സൂസനാന്റി എന്നോട് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. സൂസനാന്റിയുടെ വീട്ടിൽ ഞാൻ ചെന്ന് കാപ്പി കുടിക്കുക, ഉദാഹരണം പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ നടന്ന സംഭവം ഇട്ടത്. ഒരു വീട്ടിൽ ചെന്ന് ഞാൻ ചായ കുടിക്കാം, അന്ന് എനിക്കൊരു ആന്റി ചായ ഉണ്ടാക്കി തന്നു. പക്ഷെ എനിക്ക് നല്ല കടുപ്പം വേണം ചായക്ക്. അപ്പൊ ആന്റി ഉണ്ടാക്കി തന്ന ചായക്ക് വലിയ കടുപ്പമില്ല. അപ്പൊ എന്റെ അച്ഛനും ഞാനും അടുത്തിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ചായ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ ചായ എന്തുവാ, ഒരു കടുപ്പവും ഇല്ല, ഇത് എന്തൊരു ചായ, ഇങ്ങനെ ഞാൻ പറഞ്ഞു. അച്ഛൻ കേട്ടോണ്ടിരിക്കുക. ആന്റി ട്രേ കൊണ്ട് വെച്ചിട്ട് റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, മോളെ ചായ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, അമേരിക്കയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ആദ്യം ചോദിച്ചു. വന്നതല്ലേ ഉള്ളൂ, അമേരിക്കയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന്. ഞാൻ ഇഷ്ടപ്പെട്ടൊക്കെ വരുന്ന ആന്റി. മോള് ചായയൊക്കെ ഇഷ്ടപ്പെട്ടോ, ആന്റിയുടെ ചായ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞാൻ, അയ്യോ ആന്റി സൂപ്പർ ചായ. കേൾക്കണം, 2 സെക്കൻഡ് മുമ്പ് എന്താ പറഞ്ഞ ഹസ്ബൻഡിനോട്, ഓ ഇതെന്തോ ചായ കടുപ്പവും ഇല്ല, എന്തോ ചായ. ആന്റി വന്ന് ചോദിച്ചപ്പോ ഞാൻ എന്നാ പറഞ്ഞേ, സൂപ്പർ ചായ. എടുത്ത വായിക്കും എന്റെ ഹസ്ബൻഡ്
ആന്റിയോട് പറയും, ആന്റി പറയുന്നുണ്ടോന്ന് തോന്നില്ല, ചായ കൊള്ളത്തില്ല, അതിന് ഇച്ചിരി കൂടെ കടുപ്പം വേണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് അയ്യടാന്നായിപ്പോയി. ഞാൻ അച്ചാച്ചനോട്, അച്ചാച്ചൻ എന്തായി പറഞ്ഞു? അപ്പൊ അച്ചാച്ചൻ ആന്റിയുടെ മുമ്പിൽ പറയും, നീയല്ലേ പറഞ്ഞ കടുപ്പം ഇല്ല, ചായക്ക് ഇച്ചിരി കൂടെ കടുപ്പം വേണമായിരുന്നു. എന്റെ ദൈവമേ, അന്ന് നുണ പറച്ചിൽ നിർത്തി കേട്ടോ. കാരണം എന്നാ, എന്റെ അച്ചാച്ചൻ തിരിച്ചു വരുന്ന വഴിക്ക് എന്നെ ഒരു കാര്യത്തിൽ തിരുത്തി. എന്താണെന്നറിയാമോ അക്സ, നമ്മൾ പറയും നമ്മൾ നുണ പറയത്തില്ലെന്ന്, ബട്ട് എവറി ഡേ നമ്മൾ പറയുന്ന നുണയാണ്. ആന്റി എന്നോട് അച്ചാച്ചൻ ചോദിച്ചൊരു ചോദ്യം എന്നെ തിരുത്തി. എന്താന്ന് പറയട്ടെ, ആന്റിയുടെ ചായ കൊള്ളത്തില്ല, നിനക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ നീ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആന്റി അതേ കാര്യം പിന്നെ ആവർത്തിക്കുക. സോ യു ഡോണ്ട് ഹാവ് ട്രൂ ലവ്. യഥാർത്ഥ സ്നേഹമില്ല. ഞാൻ ആന്റിയെ സ്നേഹിക്കുന്നത്, ആന്റി നല്ല താങ്ക് യു കേട്ടോ ചായ ഇട്ടതിന്, പക്ഷെ എനിക്ക് ഇച്ചിരി കൂടെ കടുപ്പം വേണമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കുഴപ്പമില്ല. പകരം സൂപ്പറായിരുന്നു, ഒന്നിനും കൊള്ളത്തില്ല, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ കുറ്റവും പറയും. ഇത് കർത്താവ് കാണുമോ എനിക്കറിയില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ നുണച്ചിയാന്ന്. ഓരോ കാര്യത്തിൽ ദൈവം എന്റെ നുണകൾ കാണിച്ചു തരുക. നമ്മളെല്ലാവരോടും അങ്ങനെ. നമ്മളിപ്പോൾ ഒരാളുടെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ എന്ത് പറയും അവസാനം? അയ്യോ നല്ല പ്രസംഗമായിരുന്നു പറയും. ഞാൻ ആരോടും പറയത്തില്ല കേട്ടോ എന്റെ പ്രസംഗം നല്ല എന്ന് പറയാൻ, ഒരിക്കലും പറയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ നുണകളൊക്കെ തിരുത്തിച്ച് കർത്താവ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ അറിയാതെ വരുന്ന നുണകളാ. നമ്മൾ എല്ലാ ദിവസവും അപ്പൊ എത്ര നുണ പറയുന്നുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. അതുകൊണ്ട് എനിക്ക് ഏത് കാര്യം എന്റെ അച്ഛനോട് തുറന്നു ചോദിക്കാൻ ഇഷ്ടമാണ്. കാരണം അച്ഛൻ ഉള്ളതുപോലെ പറയും. കറി ഇഷ്ടപ്പെടും, കൊള്ളത്തിനും തന്നെ പറയും. ആദ്യം ഒരു ഇച്ചിരി വിഷമം വരും, എന്നാലും എനിക്ക് സന്തോഷം, ഉള്ളതുപോലെ പറഞ്ഞിരിക്കും. അപ്പം കർത്താവ് പറഞ്ഞ സാക്ഷ്യം സത്യമല്ലേ, ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല. അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് ആത്മീയത നോക്കുന്നത് ആരുടെയും പുറമെയുള്ള പ്രസംഗമോ പാട്ടോ ആരാധനയോ അല്ല. ആദ്യം എന്നിൽ പ്രസാദിക്കണം, എൻ്റെ ഹൃദയത്തിന്റെ സത്യത്തിൽ പ്രസാദിക്കണം. ഹൃദയത്തിൽ സത്യമില്ലാത്ത ഒരാരാധനയും പാട്ടും പ്രസംഗവും കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുമ്പോഴും എൻ്റെ ഉള്ളിലെ സത്യമാ ദൈവം നോക്കുന്നത്. പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയിലെ സത്യത്തിലേക്ക് ഞാൻ വരും. ഞാൻ പറഞ്ഞ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ ഹൃദയം നല്ലതിലേക്കൊന്ന് വരാം. എന്താണ് പ്രാർത്ഥനയിലെ സത്യം? സങ്കീർത്തനങ്ങൾ 27:4 നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വാക്യം. എന്തുവാ വാക്യം? ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കും. എന്തോ ആഗ്രഹം? യഹോവയുടെ മനോഹരത്വം കാണണം, അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലം ഒക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കണം. ദൈവമക്കളെ, ആ പ്രാർത്ഥന സത്യമുള്ള പ്രാർത്ഥനയല്ലേ? ഒന്നും കൂടെ പറഞ്ഞേ, ആ വാക്യങ്ങളൊക്കെ ഒന്ന് കേട്ടോ. എന്താ പ്രാർത്ഥന? നമ്മുടെയൊക്കെ, ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ സൂമിൽ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചർച്ചിൽ പ്രാർത്ഥിക്കുമ്പോഴും പൊതുവേദി പ്രാർത്ഥിക്കുമ്പോഴും ഈ വാക്യം കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരില്ലേ? കർത്താവേ, ഞങ്ങൾ ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തുവാ? അങ്ങയുടെ മന്ദിരത്തിൽ ഇരിക്കണം, അല്ലേ? എപ്പോഴൊക്കെയാ? എൻ്റെ ആയുഷ്കാലം ഒക്കെയും അങ്ങയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഈ പ്രാർത്ഥനയുടെ വാക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ കർത്താവ് പറയും, ഒരു സെക്കൻഡ് ഹൃദയത്തിലെ സത്യം കൂടെ നോക്കിയിട്ട് ഞാൻ ഈ വാക്ക് അക്സെപ്റ്റ് ചെയ്യാം. അർത്ഥം മനസ്സിലായോ? അപ്പൊ കർത്താവ് ഹൃദയത്തിലേക്ക് നോക്കുക. ആ പ്രാർത്ഥന സത്യം ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ ഇനി നമ്മുടെ പ്രാർത്ഥനകളിലേക്കൊന്ന് വരാം. ദാവീദിന്റെ പ്രാർത്ഥന അവിടെ നിൽക്കട്ടെ. അതിനകത്ത് 2 വാക്കാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന്, ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു. അടുത്ത വാക്കാണ് എനിക്ക് വേണ്ടത്, അത് തന്നെ. ഒന്നുകൂടെ ഞാൻ പറയുക, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ ഒരു ആക്ഷൻ കാണിക്കാൻ മനസ്സിലാവും. ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു, അത് വാക്ക, അത് തന്നെ എൻ്റെ ഹൃദയത്തിലും. രണ്ടും ഒന്നാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണോ ഇതിനകത്തിരിക്കുന്ന എല്ലാവരും? അതെ സിസ്റ്ററെ, കർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് തന്നെ എൻ്റെ ഹൃദയത്തിലുള്ളതല്ലേ? വാ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞു. നമ്മൾക്ക് ഉടനെ അടുത്ത മറുവാക്യമുണ്ട് അതിന് പറയാൻ. സിസ്റ്ററെ, ഉറപ്പായിട്ടും ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലേ വാ സംസാരി. എൻ്റെ ഹൃദയത്തിൽ അത് മാത്രമേ ഉള്ളൂ. ഇനി അതെന്നെ ദൈവം പഠിപ്പിച്ചു. ഈ വാക്യം എങ്ങനെ അക്സ പഠിച്ചെന്ന് കേൾക്കണ്ടേ? പ്രാർത്ഥനയിലെ കപടത പൊളിച്ചത് ഒരു അനുഭവത്തിൽ കൂടാ. എൻ്റെ അടുക്കൽ ഒരു ദിവസം ഈ വാക്യം എന്നെ പഠിപ്പിച്ച അല്പനാളുകൾക്ക് മുമ്പ് കേട്ടോ. ഞാൻ ഒരിടത്ത് ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഒരു ആന്റി, അനുഭവം കേട്ടവർ കാണും, പ്രസംഗത്തിൽ ക്ഷമിക്കും, ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന കേൾക്കാത്തവർക്ക് വേണ്ടിയാ. ഒരു ആന്റി എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. എന്താ ആന്റി? മോളെ, എൻ്റെ മോടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല.
മോക്കൊരു വിവാഹാലോചനയ്ക്ക് വേണ്ടി മോള് പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നതല്ലേ. എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ അമ്മമാർ മോടെ അടുക്ക വരും, എൻ്റെ മോൻ്റെ കല്യാണം എന്ന് പറയും. അപ്പം എന്നെ ഒന്ന് ഓർക്കണേ, എൻ്റെ മോളെ ഒന്ന് ഓർക്കണേ. ഞാൻ പറഞ്ഞു ആൻറ്റി ഓർക്കാം. അപ്പം ആൻറ്റി പറഞ്ഞൊരു കാര്യം, മോളെ എന്നാന്നറിയോ കല്യാണം നടക്കാത്തത്? ഞാൻ ചോദിച്ചെന്തോ? എൻ്റെ മോള് കർത്താവിൻ്റെ വേലയ്ക്ക് ചെയ്യാൻ താല്പര്യമുള്ള മോളല്ല. അപ്പൊ പറയുന്ന വാക്കിതാ, എൻ്റെ മോന് ഞങ്ങൾ നോക്കുന്ന മോള് കർത്താവിൻ്റെ വേലയോട് താല്പര്യമുള്ള ആളായിരിക്കും. ഇപ്പോൾ സിസ്റ്റർ പോകുന്നിടത്തെല്ലാം ആരെ നോക്കണം? ഒരു മോളെ എനിക്ക് വേണ്ടി നോക്കണം. എന്നിട്ട് ഞാൻ ചോദിച്ചു, ആൻറ്റി വേറെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ? അപ്പൊ ആൻറ്റി പറയും ഇല്ല മോളെ. എന്നിട്ട് ഈ വാക്യം കൂടെ കോട്ട് ചെയ്തിട്ട് ആൻറ്റി എന്നോട് പറയും, ഞാൻ ഒരു കാര്യം മാത്രമേ എൻ്റെ ദൈവത്തോട് അപേക്ഷിക്കും, അത് മാത്രം എൻ്റെ ആഗ്രഹം. എന്താണെന്നറിയാമോ? എൻ്റെ മോൻ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അവനെ കർത്താവിന്റെ വേലയ്ക്കുള്ളതായോണ്ട് അവന് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു മോളെ മതി. ഞങ്ങൾ ഈ ലോകത്ത് പണം നോക്കുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? പണം നോക്കുന്നില്ല, പദവി നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. കർത്താവിന്റെ വേല ചെയ്യാൻ സന്നദ്ധയായ ഒരു മോൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഈ വാക്യം കൂടെ പറഞ്ഞു. അയ്യോ, സത്യസന്ധമായിട്ട് പറയാം, ഇപ്പൊ എനിക്ക് ആരെങ്കിലും കർത്താവിന്റെ വേല ചെയ്യുന്ന മക്കളുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്ന് കർത്താവിന്റെ വേലയിൽ ഇറങ്ങുന്നവർ കുറവാ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ആൻറ്റി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആൻറ്റിയുടെ പ്രാർത്ഥന സ്വർഗം കേട്ടിരുതും. ഒന്നെങ്കിൽ അത്, രണ്ട്, എന്നെ ആ വാക്യത്തിന്റെ അർത്ഥം പഠിപ്പിക്കാനുമായിട്ട് കർത്താവ് എന്ത് ചെയ്തെന്നറിയോ? തൊട്ടടുത്ത മീറ്റിംഗിൽ ചെന്നപ്പോൾ ദാണ്ട് വരുന്ന ഒരു ആൻറ്റി അവരുടെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ആ മോളെ എൻ്റെ അടുക്കൽ ആദ്യം വരുന്നു, ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ ചോദിച്ചു എന്താ മോളെ? ചേച്ചി ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കുക, പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു വിളി ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ ബൈബിൾ സ്കൂളിൽ പഠിക്കുക, കർത്താവിന്റെ വേല ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. അപ്പം എൻ്റെ വിവാഹം നടക്കുന്നില്ല, കാരണം ഞാൻ വരുന്ന പ്രപ്പോസൽസിലെല്ലാം നോക്കുമ്പോൾ ആർക്കും കർത്താവിന്റെ വേല ചെയ്യാൻ താല്പര്യമുള്ളവരല്ല. പക്ഷെ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരാളെ വേണം. അയ്യോ, പെട്ടെന്ന് ഈ ആന്റിയുടെ പേരിന്റെ ഉള്ളു. ഞാൻ പറഞ്ഞു അയ്യോ മോളെ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. ആത്മാർത്ഥതയോടെ ഞാൻ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ മോടെ നമ്പർ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു മോളെ മമ്മിയുടെ നമ്പർ തരും. മമ്മി വന്നു, ആന്റിയുടെ നമ്പർ മേടിച്ചു. ഞാൻ പറഞ്ഞു ആന്റി എനിക്ക് അറിയാവുന്നൊരു അമ്മയുണ്ട്, മോനുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്പർ തരാമെന്ന് പറഞ്ഞ് മേടിച്ചു. തിരിച്ച് വീട്ടിൽ വന്നു, ഞാൻ ഈ ആന്റിയെ വിളിച്ചു. ആന്റിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ആന്റിയുടെ പ്രാർത്ഥനയെ പോലെ ആന്റിയുടെ മോന് പറ്റിയ ഒരാളെ എനിക്ക് ദൈവം മുമ്പിൽ കൊണ്ടു തന്നു. എന്തുവാ? ഞാൻ പറഞ്ഞു മോടെ പേര് പറഞ്ഞു, മോടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അതപ്പോൾ ആൻറ്റി എന്നോട് ചോദിക്കുക, മോളെ എവിടുത്തുകാരാ? ഞാൻ എവിടുത്തുകാരാന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ആൻറ്റി എന്നോട് ചോദിക്കുക, ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോളെ ഇന്ന വിദ്യാഭ്യാസ നഴ്സിംഗ് കഴിഞ്ഞു, ഇങ്ങനെ ഇത് ചെയ്തു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനുള്ള താല്പര്യത്തിൽ നിൽക്കുന്നു, ബൈബിൾ സ്കൂളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആൻറ്റി ചോദിക്കുക, മോളെ IELTS വല്ലതും എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ആൻറ്റി അത് ഞാൻ ചോദിച്ചില്ല. OET യോ? ഞാൻ പറഞ്ഞു അതും ഞാൻ ചോദിച്ചില്ല. അല്ല മോളെ, വേറൊന്നും കൊണ്ടല്ല, നഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്നതല്ലേ, അപ്പം IET OET ഒക്കെ എഴുതിയിരിക്കുവാണെങ്കിൽ എവിടെയെങ്കിലും വിദേശത്ത്, എൻ്റെ മോൻ വിദേശത്തേക്ക് പോകാനാണ് ഇരിക്കുന്നത്, അപ്പം വിദേശത്ത് പോയി അവര് ജോലിയും ചെയ്യും, ജോലിയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതെന്റെ ചങ്കിനകത്തോട്ട് വല്ലാണ്ടങ്ങ് വേദനിച്ച് കയറി. അപ്പൊ ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനാ വിഷയം എന്തെന്ന് ആന്റിക്ക് ഓർമ്മയുണ്ടോ? ആന്റി എന്നോട് ഈ ഡിമാൻഡ് ഒന്നും അന്ന് പറഞ്ഞില്ല, ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, കർത്താവിന്റെ വേല ചെയ്യാൻ ഡെഡിക്കേഷൻ ഉള്ള ഒരു മോള് വേണമെന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ മോടെ ആലോചന കൊണ്ടുവന്നത്. അപ്പൊ പെട്ടെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഇടപെടാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അക്സ ഇതാണ് കപട പ്രാർത്ഥന എന്ന് വെച്ചാ പറയാം. പബ്ലിക്കിൽ ഇരുന്ന് നല്ല പ്രാർത്ഥനയാ, ആ പ്രാർത്ഥന കേട്ടാ എല്ലാവർക്കും ഇംപ്രഷനാ. എൻ്റെ മോക്ക് അല്ലെ മോന്, വീടോ ഭർത്താവ്, എന്ത് കാര്യമായിക്കോട്ടെ, കേട്ടാൽ ഒരു ആത്മീക വൽക്കരണമുണ്ട് ആ പ്രാർത്ഥനയിൽ. അർത്ഥം മനസ്സിലായോ? എന്ന് വെച്ചാൽ ദൈവത്തിന് ആ പ്രാർത്ഥന പ്രസാദകരമാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ചിലർ പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ കുഞ്ഞിന്റെ ജോലി കിട്ടിയാൽ അവന്റെ മൊത്തം സാലറി ഞാൻ അങ്ങേക്ക് തന്നേക്കാം. അതങ്ങ് കൊടുത്ത് കർത്താവിനെ ഇംപ്രസ് ചെയ്യുക, ആ ആത്മീക വൽക്കരണം. എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിന് ഇത് ചെയ്താൽ, MBBS പാസ്സായാൽ, എൻട്രൻസ് കിട്ടിയാൽ അവൻ കർത്താവിന്റെ വേല ചെയ്യും. ശരിക്കും ഞാൻ പറയട്ടെ, ഈ വേല ചെയ്യാൻ ചുമ്മാ ഒന്നും പറയല്ലേ. അതിന് എക്സാമ്പിളാ ഞാൻ. ചുമ്മാ അതൊന്നും കേറി പറയല്ലേ കേട്ടോ. എൻ്റെ കുഞ്ഞിനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചോളാന്നൊന്നും വെറുതെ ഹൃദയത്തിൽ ഇല്ലാത്തത് വിളിച്ചു പറയരുത്. സത്യമുണ്ടായിരിക്കണം ആ വാക്കില്. ഇങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള കുഴപ്പം ഞാൻ പറയാം. ആന്റി അപ്പൊ എന്നോട് പറയാം, മോളെ കർത്താവിന്റെ വേല ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം, പക്ഷെ ജോലി ഇല്ലാതെ എങ്ങനെയാ മോളെ ഇന്നത്തെ കാലത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നത്? അപ്പൊ ഞാൻ എൻ്റെ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, IELTS OET എഴുതുമല്ലോ ന്യൂസിലൻഡിലോ. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവിന്റെ വേല എന്ന് പറയുന്നത് എന്നതാ? എനിക്കിഷ്ടമുള്ളിടത്ത് ചെയ്യുന്നതാണോ? അർത്ഥം മനസ്സിലാകുന്നുണ്ടോ?
എനിക്കിഷ്ടമുള്ള രാജ്യം. ഇപ്പൊ ചിലര്, ഞാൻ ഒരിക്കലും എനിക്കുണ്ടായ അനുഭവം, ഒരു പ്രാവശ്യം ഞാൻ ഒരിടത്ത് പ്രസംഗം പറഞ്ഞെടുത്തപ്പോ ഒരാൾ എനിക്കിട്ട് ഒരു കമന്റാ, സിസ്റ്റർ അമേരിക്കയിൽ ഇരുന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു, സിസ്റ്റർ വല്ല നോർത്ത് ഇന്ത്യയിലും പോയി കർത്താവിന്റെ വേല ചെയ്യണം. ഞാൻ യഥാർത്ഥമായി ദൈവശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഈ ദേശത്ത് നിൽക്കുന്നത്. എവിടെ വെച്ചാ കേട്ടെന്നറിയോ? ഇന്ത്യയെ വെച്ച്. ഞാൻ ഇങ്ങോട്ട് അമേരിക്കയിലേക്ക് പോരുന്നതിന് ഒരാഴ്ച മുമ്പ് കേട്ട ദൈവശബ്ദമാണ്. എന്താ കേട്ടെന്നറിയോ? ഞാൻ നിന്നെ ആ രാജ്യത്തേക്ക് യാത്ര ചെയ്യിപ്പിച്ചു വിടുന്നത് ആ രാജ്യത്ത് നശിച്ചു പോകുന്ന ഒരു തലമുറയെ എനിക്ക് വേണ്ടി നേടാനാ. എന്റെ ബോസ് എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഈ ദേശത്ത് ഒരു തലമുറയെ നേടാൻ, അത് ചെയ്യാൻ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്ലേസ് ചെയ്തേക്കാം. ഇപ്പൊ പ്ലേസ്മെന്റ് തരേണ്ടത് ബോസാ, ഞാനല്ല അങ്ങോട്ട് പറയുന്നത് എന്നെ എങ്ങോട്ട് വിടണമെന്ന്. കർത്താവ് വിടുന്നിടത്തൊക്കെ പോയി കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കർത്താവ് പറയേണ്ടത്. ഞാൻ ഇഷ്ടമുള്ള ചെയ്ത് അതിൽ കർത്താവ് പ്രസാദിക്കണമെന്ന് പറയുന്നതല്ല. അപ്പൊ ഈ സത്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ പറയുന്ന നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക്, ഒരു സെക്കൻഡ് ഞാൻ നിർത്തുക മെസ്സേജ് ഇവിടെ, നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയം ഒന്ന് പൊക്കെ. പുറമെ പ്രാർത്ഥിക്കുമ്പോഴും യഥാർത്ഥമായി ഹൃദയത്തിന്റെ ഉള്ളിൽ, ഇപ്പൊ എക്സാമ്പിൾ ഉദാഹരണം പറയും, ഇപ്പൊ മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ കർത്താവെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, അപ്പാ എന്റെ ഇഷ്ടം വേണ്ട, അങ്ങയുടെ ഇഷ്ടം മതി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതും പ്രാർത്ഥനയിലെ ഒരു കള്ളത്തരവാ. അതും പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ആദ്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് തന്നെ എന്നുള്ള വാക്ക് നിങ്ങൾ നോക്കി, അത് തന്നെ അല്ല ആഗ്രഹിക്കുന്ന. സത്യത്തിൽ പലതും ആഗ്രഹിക്കുന്നുണ്ട്. ചില അമ്മമാര് പറയുന്നു, സിസ്റ്ററെ ഞാൻ ഒന്നും കല്യാണം, എന്റെ മോന്റെ കല്യാണം നടക്കണം, ഞങ്ങൾ ഒന്നും ആ പെണ്ണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറയും. തീർക്കാം, ബാത്റൂം മുഴുവൻ വെള്ളം ഒഴിക്കുക, നീ അടി വാങ്ങിക്കും കേട്ടോ. സിസ്റ്ററെ ഒന്ന് ഓൺ ചെയ്ത്. സിസ്റ്റർ മ്യൂട്ടാ. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഓക്കെ, ഇതൊക്കെ എന്റെ ഇടയ്ക്ക് വരും, ഒന്നും സാരമില്ല, ഒന്നും കാര്യമാക്കണ്ട. ഇത് കേട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്റെ കുഞ്ഞിന്റെ കല്യാണം നടക്കണം, ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ അറിയാം നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് നോക്കുമ്പോ ആ പ്രാർത്ഥനയിൽ എന്തില്ല. ഞാൻ ഒത്തിരി കല്യാണങ്ങൾ അത് കണ്ടിട്ടുണ്ട്, ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറയും, പക്ഷെ കാര്യത്തോടടുക്കുമ്പോ പ്രതീക്ഷയുടെ ലിസ്റ്റ് എന്താ. ഇതെവിടെ കിടക്കുന്നെന്നറിയാമോ? കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ വാചകത്തിന്റെ അടിയിലോട്ട് ഇത് മറച്ചിട്ടേക്കുക. കാര്യത്തോടടുക്കും പറയും, ഞങ്ങൾ ഇതിലും കുറച്ചും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു. നേഴ്സ് അല്ലേ, ഇച്ചിരിയും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു. അപ്പൊ കർത്താവ് പറയാം, മോളെ ഇതിനാ ഞാൻ കപടത പ്രാർത്ഥനയെ നീ പറയുന്നേ. ഇനി അടുത്ത പ്രാർത്ഥന അതിലും വലിയ കപടതയാണ്. എന്താണെന്നറിയാം? ഇതൊക്കെ മാറ്റണം, ഇന്ന് മാനസാന്തരപ്പെടണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയുടെ അവസാനം പ്രാർത്ഥിച്ച് നിർത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരല്ലേ? കൊച്ചിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്ലസ് 2 കഴിഞ്ഞ് നിൽക്കുക, അടുത്ത് എന്ത് പോകണം. നമ്മുടെ ഉള്ളിൽ ആഗ്രഹം എന്നാ? കൊച്ചു ഡോക്ടർ ആവണമെന്നാണ്. പക്ഷെ പ്രാർത്ഥിച്ച് നിർത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് എന്റെ കുഞ്ഞിനെ ഒരു ഡോക്ടർ ആക്കണം, കർത്താവ് കൊച്ചു എൻട്രൻസിന് വേണ്ടി തയ്യാറെടുക്കുക, കർത്താവേ ഞങ്ങളെ നിന്നിച്ചറും വിമാനിക്കണം, ഡോക്ടറാണ്. എന്നിട്ട് അവസാനം എങ്കിലും എന്റെ ഇഷ്ടമല്ല കർത്താവെ, അങ്ങയുടെ ഇഷ്ടം. അപ്പൊ കർത്താവ് പറയാ, അവനെ എന്റെ വേലയ്ക്ക് വേണ്ടി വിട്ടേര്. അയ്യോ, അങ്ങനെ പറയരുത്, ഞങ്ങളുടെ ഇഷ്ടം കൊച്ചു ഡോക്ടർ ആവണമെന്ന്. അപ്പൊ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാ, നിന്റെ ആഗ്രഹം ഡോക്ടർ ആക്കാനാണ്, പക്ഷെ യു ആർ ആസ്കിങ് മീ, എന്റെ ഇഷ്ടം വേണ്ട, അങ്ങയുടെ ഇഷ്ടം മതി. പക്ഷെ അങ്ങയുടെ ഇഷ്ടം വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ അത് എഗ്രി ചെയ്യാറുണ്ടോ? അപ്പം പ്രാർത്ഥനയിൽ നുണയുണ്ടോ? കപടതയുണ്ടോ? അതിനകത്ത് ഏറ്റവും വലുത് ഇനി അടുത്തത് കർത്താവിന്റെ ഹിതം ചോദിക്കുക. അതും അടുത്ത കപടതയാണ്. എന്നെ ഒത്തിരി പേര് വിളിച്ച് ഹിതം ചോദിക്കാറുണ്ട്. സിസ്റ്ററെ, ഒരു ജോലി വന്നിട്ടുണ്ടേ, IELTS എഴുതിക്കോട്ടെ, OET എഴുതി ഒന്ന് പറഞ്ഞ, അയർലൻഡിൽ പോകാൻ, ന്യൂസിലൻഡിൽ പോകാൻ. ഇതുപോലെ ഒരു പ്രാർത്ഥനാ വിഷയം ഒരു ആന്റി എന്നെ വിളിച്ച് പറഞ്ഞു, മോള് IELTS എഴുതാൻ പോവാ, സോറി OET എഴുതാം, IELTS അല്ല OET. എന്റെ മോടെ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യ സിസ്റ്ററെ ന്യൂസിലൻഡ്. അവൾ പണ്ട് തൊട്ടുള്ള ആഗ്രഹമൊക്കെ ന്യൂസിലൻഡിൽ പോയി നേഴ്സ് ആവണമെന്ന്. ഞാൻ പറഞ്ഞു, ഓക്കെ ആന്റി, ഓക്കെ, എന്തോ പ്രാർത്ഥനാ വിഷയം എന്തോ? അടുത്ത ആഴ്ച അവളിപ്പോൾ OET പഠിക്കുക, അടുത്ത ആഴ്ച OETയുടെ എക്സാമാ, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം ആന്റി, ദൈവഹിതം എന്താണെന്നൊന്ന് പറയണം. തെറ്റുമല്ലോണ്ട് ആ പ്രാർത്ഥനയ്ക്കകത്ത് ആർക്കെങ്കിലും തോന്നിയോ? ഒരു തെറ്റുമില്ലല്ലേ?
പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ആ പ്രാർത്ഥനാ വിഷയത്തിൽ വിലക്കി പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചങ്ങ് നിർത്തി. പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങ് നിർത്തി. ജസ്റ്റ് പ്രാർത്ഥിച്ച് ഫോൺ അങ്ങ് വെച്ചു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, കർത്താവ് അതെന്താ അവരുടെ ആഗ്രഹം? പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, ഓക്കെ അക്സ, ഞാൻ നിന്നോട് ഒരു ക്വസ്റ്റ്യൻ, എന്നെ ഇങ്ങനെ ഓരോ വിഷയത്തിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ, ഓരോ പ്രാക്ടിക്കലാണ്. കർത്താവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെ. ഞാൻ പറഞ്ഞ മക്കളുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, നിന്റെ മോന് സ്കൂളിൽ നിന്ന് ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഇൻവിറ്റേഷൻ കിട്ടി. ഞാൻ പറഞ്ഞ കിട്ടി. അവന് പോണം, വേറൊരു സ്റ്റേറ്റിലാന്നിരിക്കട്ടെ. അവൻ ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തു, ചെല്ലാവുന്ന വാക്കും കൊടുത്തു. വാക്കും കൊടുത്തിട്ട് പോകുന്നതിന്റെ രാവിലെ എൻ്റെ അച്ചാച്ചൻ്റെ അടുക്ക വന്നിട്ട്, അച്ചാച്ച പപ്പ ഒരു ബർത്ത്ഡേ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടേ, എവിടാ? ടെക്സസിലാ, പൊക്കോട്ടെ. അപ്പോൾ കേൾക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും, എൻ്റെ കൊച്ചു വന്ന് എന്നോട് പെർമിഷൻ ചോദിക്കുന്നു. എന്നോട് പറയാതെ എൻ്റെ കൊച്ചൊന്നും. അപ്പനും അമ്മയ്ക്കും ഒരു അഭിമാനം തോന്നുന്ന ഒരു സന്ദർഭം അത്. അപ്പൊ അപ്പം പറയാം, ടെക്സസ് അല്ലേ, ആരെങ്കിലും കൂട്ടുണ്ടോ? ഇല്ല, ഒറ്റയ്ക്കാ. നീ പോവണ്ട. അപ്പോഴത്തേനും അങ്ങനെ പറയരുത് പപ്പ, ഞാൻ ടിക്കറ്റും ബുക്ക് ചെയ്ത് പൈസയും കൊടുത്ത് റൂമും ബുക്ക് ചെയ്തു. അപ്പൊ അപ്പൻ ചോദിക്കും, പിന്നെന്തിനാ നീ എന്നോട് വന്ന്? ചിലർ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഇങ്ങനെ, കല്യാണം ഉറപ്പിച്ചു, ഹോട്ടലും ബുക്ക് ചെയ്തു, റിസപ്ഷനും റെഡിയാ, എല്ലാം റെഡിയാ, കർത്താവേ ഇത് ദൈവഹിതമാണോ? OETക്കുള്ള പൈസയും കൊടുത്ത് കൊച്ചു OET പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാ ആലോചന ചോദിക്കുന്നേ? എക്സാമിന്റെ തലേന്ന്. ദൈവഹിതമാണോന്ന്. എവിടെ പോകുന്നത്? കൊച്ചിന്റെ ഹൃദയത്തിൽ ഓൾറെഡി ന്യൂസിലൻഡ് കയറി. ചിലരിങ്ങനെയാ ദൈവഹിതം ചോദിക്കുന്നത്. ദൈവം എപ്പോഴാ ചോദിക്കേണ്ടത്? ഒരു കാര്യത്തിന്റെ തുടക്കം ഇടുന്നതിന് മുമ്പ്. കൊച്ചു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നതിന് മുമ്പ്, +2 കഴിഞ്ഞിരിക്കുമ്പോ ചോദിക്കണം, അപ്പയുടെ കുഞ്ഞ, അപ്പ എനിക്ക് ദാനമായി തന്നതാ, ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താ, എവിടെയാ വിടേണ്ടതെന്ന് അങ്ങ് പറയണോന്ന് പറയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാമിന് ഇത് ദൈവഹിതമാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടണം. കല്യാണം ചെറുക്കനെ കണ്ടു, കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ടൊക്കെ സിസ്റ്റർ ഇത് പ്രാർത്ഥിക്കണം, ദൈവഹിതമാണെങ്കിൽ നടന്നാൽ മതി, ദൈവഹിതം ഇല്ലേ നടക്കണ്ട. ദൈവമക്കളെ, ഈ ദൈവഗീതം ഒക്കെ പറയുന്ന ഓരോ വാക്ക് പ്രാർത്ഥനയെ പറയുമ്പോൾ ദൈവം മോളി ഇരുന്ന് പറയും, ഇതെല്ലാം കപട പ്രാർത്ഥനയാ, സത്യമില്ലാത്ത പ്രാർത്ഥന. നിങ്ങൾ മാതാപിതാക്കളല്ലേ, നിങ്ങളോട് തന്നെ ചോദിച്ചു, നിങ്ങളുടെ മക്കൾ എല്ലാ തീരുമാനവും എടുത്തു കഴിഞ്ഞിട്ട് വന്ന് നിങ്ങളോട് ചോദിക്കും, പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടം ഉണ്ടെങ്കിൽ ഈ കല്യാണം നടത്തിയാൽ മതി. പക്ഷെ ചെറുക്കൻ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് പെണ്ണിനെ ഫിക്സ് ചെയ്തു. നമ്മൾ നോന്ന് പറയുമോ? നമ്മൾ പൈസ നഷ്ടം നോക്കും, മാനനഷ്ടം നോക്കും, എല്ലാം നോക്കും. അതിന്റെ കുഴപ്പം ഞാൻ പറയാം, ദൈവഗീതം ഇല്ലാതെ നടത്തിയ കല്യാണങ്ങളൊക്കെ, മറ്റുള്ളവരെ പ്രീതി നടത്തിയ കല്യാണങ്ങളൊക്കെ അധികം പോയിട്ടില്ല. അർത്ഥം മനസ്സിലാവുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, ദൈവത്തിന്റെ ഹിതം ചോദിക്കേണ്ടത് തുടക്കമിടുന്നതിന് മുമ്പ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ദാവീദിന് ഇഷ്ടം ഉണ്ടായിരുന്നത് ഒരു ദൈവാലയം പണിയണം. അങ്ങ് പണിയുമല്ലായിരുന്നു. ദൈവത്തോട് ചോദിച്ചു, ദൈവം പറഞ്ഞു, നീ പണിയണ്ട, നിന്റെ കയ്യെ രക്തമുണ്ട്, അടുത്ത തലമുറ പണിതോളുന്നു. ചിലത് അങ്ങനെ, അതാ നല്ലത്. പക്ഷെ പലതും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കണം കേട്ടോ. ഈ ദൂത് കേൾപ്പാൻ ചെവിയുള്ളവർ ഈ ദൂത് കേൾക്കണം. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകളിലെ സത്യം നോക്കിയാൽ എത്രത്തോളം സത്യമുണ്ട്. നമ്മൾ കഷ്ടതയില, വേദനയില, എനിക്കറിയാം, കഷ്ടതയുണ്ട്, വേദനയുണ്ട്, നിരാശയുണ്ട്. പ്രാർത്ഥിച്ചിട്ടും മതി വരുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല ഉത്തരം. 3 കാരണങ്ങളാണ്. 1, നിന്നിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? 2, ആ പ്രാർത്ഥനയിൽ ചോദിക്കുന്നത് തന്നെയാണോ ഹൃദയത്തിലെ സത്യമായ ആഗ്രഹം, അതോ ദൈവത്തെ സോപ്പിടാൻ നോക്കുവാണോ? ആത്മീയത വൽക്കരിച്ച് പ്രാർത്ഥിച്ച് സോപ്പിടാൻ നോക്കുവാണോ? 3, ദൈവത്തിന്റെ ഹിതം ആ വിഷയത്തിൽ ചോദിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ഈ 3 കാര്യങ്ങൾ നിങ്ങളോട് ഏത് കാര്യം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ 3 കാര്യം സ്വയം ചോദിക്കും. ഞാൻ ചോദിക്കാറുണ്ട്, ഏത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഈ 3 ചോദ്യം എന്നോട് തന്നെ ചോദിക്കും. എൻ്റെ ഈ പ്രാർത്ഥനയിലെ ദൈവഹിതം, ഈ കാര്യം ഞാൻ ചോദിക്കാം. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ വരുമ്പോൾ ഞാൻ ചോദിക്കാം, അപ്പ ഈ കഷ്ടത അങ്ങ് അനുവദിച്ചതാണോ? അങ്ങയുടെ ഹിതമാണോ? അത് ഞാൻ കാരണം ഉണ്ടായതാണോ? ഒരു കാര്യത്തിന് പോകുന്നതിന് ഇത് അങ്ങേക്ക് ഹിതമാണോ ഞാൻ ചെയ്യുന്നത്? 3, ആ പ്രാർത്ഥനാ വിഷയത്തിൽ ശരിക്കും സത്യം ഉണ്ടോ എന്ന് ഞാൻ നോക്കും. വേറെ എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ ഞാൻ കർത്താവ് ഇതാണ് അതിന്റെ സത്യം കേട്ടോ, എനിക്ക് ശരിക്കും ഇതാണ് ആഗ്രഹം. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ. ഇന്നെല്ലാം ഏറ്റു പറയണം. ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കണം. പ്രാർത്ഥനയിലെ കപടതകൾ നീക്കി വെച്ച് യഥാർത്ഥ പ്രാർത്ഥനയിലേക്ക് ജനം മടങ്ങി വരണം. അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
നമ്മുടെ പ്രാർത്ഥനകൾ വൈകുന്നതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇതിനകത്താണ് കിടക്കുന്നത്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ ഹൃദയത്തെ നോക്കുന്നത്, ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവം. നമ്മുടെ പ്രാർത്ഥനകളിൽ സത്യമില്ലെങ്കിൽ അതെന്തുവാ? കപട പ്രാർത്ഥനയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അവരുടെ ചിന്ത അധികം ജൽപ്പനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തരുമെന്ന. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന ദൈവം അല്ല. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാൻ ചിന്തിക്കണം, ഞാൻ കപട പ്രാർത്ഥന സെയിം കാര്യം തന്നെയും പിന്നെയും പ്രാർത്ഥിക്കും. പക്ഷെ ഈ പ്രാർത്ഥന സത്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കിട്ടും. 3 ഉത്തരവുണ്ട്: വെയിറ്റ്, യെസ്, നോ. ഒരു കാര്യത്തിൽ ദൈവം നോ പറഞ്ഞ പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. ആ നോ എപ്പോഴും നമ്മുടെ പ്രൊട്ടക്ഷനാണ്, നമ്മളെ ഏതിന്നോ രക്ഷിക്കുക. യെസ് പറഞ്ഞ ഓർത്തോളം അത് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡാണ്. വെയിറ്റ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം ഇതിലും മെച്ചമായത് കറക്റ്റ് സമയത്തേക്ക് ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിൽ നമ്മളായാൽ ഇപ്പോഴും ഒരു ദൈവിക സമാധാന ഹൃദയത്തിൽ കാണും. അവർക്ക് ആകുലത വരത്തില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കുന്നു. ആകയാൽ സത്യമുള്ള പ്രാർത്ഥനക്കാരായി, സത്യം പ്രാർത്ഥിക്കുവാൻ സത്യമുള്ള ഹൃദയമുള്ളവരായി നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥനയെല്ലാം ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ നമ്മളെ ദൈവം ഒരുക്കട്ടെ. അതിനായി ഈ മിനിസ്ട്രിയും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എനിക്ക് ഇങ്ങനൊരു സമയം നൽകി തന്ന സൂസൻ ആന്റിയോടുള്ള പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.